ഒത്തിരി തർക്കിച്ചു. ഒടുവിൽ തുറക്കപ്പെട്ട വേദപുസ്തകത്തിന്റെ താളുകളെ പൊരുൾ തിരിച്ച് പറഞ്ഞ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് സ്തോത്രം കയ്യിലോട്ട് തന്നു. കാലുകൊണ്ട് പോലും ഇതിനെ ചവിട്ടത്തില്ല, ഞങ്ങൾ അശുദ്ധരായി തീരുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കേ കയ്യിലേക്ക് തന്നപ്പോൾ അംഗീകരിക്കാൻ പറ്റാതാണ് വലത് കൈ കൊണ്ട് ഓരോ പേജായിട്ട് വലിച്ചു കീറി പരക്കനുള്ള സിമെന്റ് തറയിലേക്കിട്ട് പാരകന്റെ ചെരുപ്പാന്ന് കാൽ കിടന്ന് അതുകൊണ്ട് ചവിട്ടിയിട്ട് പറഞ്ഞു, അതേ തുപ്പി, നിങ്ങളുടെ യേശുവിന് ശക്തി ഉണ്ടെങ്കിൽ അവന്റെ ശക്തി ഒന്ന് കാണട്ടെന്ന്. ഒരു കൊച്ചു കുഞ്ഞിന് പേപ്പർ കീറിക്കളയുന്ന ലാഘവത്തോടെ പുസ്തകം വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടിയതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, തമ്പുരാൻ പിടിച്ചാൽ, സ്വർഗത്തിലെ അപ്പൻ പിടിച്ചാൽ, തമ്പുരാൻ തൊട്ടാൽ ഉലകത്തിൽ ഒരുത്തനും രക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒത്തിരി ഇതിന് വിരുദ്ധമായി സംസാരിക്കാൻ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒടുവിൽ സത്യവേദ പുസ്തകത്തിന്റെ താളുകളെ വലിച്ചു കീറി സ്വർഗം എന്നെ വിട്ടില്ല. ചെറിയൊരു ടെമ്പറേച്ചർ തുടങ്ങി. സ്തോത്രത്തിൽ പെട്ടെന്നുണ്ടായ ദേഹാസ്വസ്ഥ, വായൊരു വശത്തേക്ക് കൂടി, വായിൽ കൂടെ നിറയും പതിയും വന്നു. സ്തോത്രം. അല്ലെ, എനിക്ക് സംസാരിക്കാൻ കഴിയാതായി. ഒടുവിൽ കണ്ണു തുറക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജില്ല, പക്ഷെ കൃപയാൽ പറയാം, ബെൽസ്പാൾസി എന്നൊക്കെ അവിടെ പറഞ്ഞ ബെൽസ്പാൾസി ഒന്നുമില്ല, തമ്പുരാന്റെ കരമാണ്. ശേഷം ഈ കൈയും കാലം തളർന്നു. ഏത് കാലം കൊണ്ട് ചവിട്ടിയോ കാല് തളർന്നുപോയി, ഏത് കൈ കൊണ്ട് പുസ്തകം വലിച്ചോ കൈ തളർന്നു, ഏത് നാവ് കൊണ്ട് തുപ്പിയോ നാവ് താണുപോയി. കംപ്ലീറ്റ് ഈ ഒരു വശം. 3.5 മാസം കഴിഞ്ഞപ്പോൾ സമർത്ഥമായി മുടിയുണ്ടായിരുന്നു, മുടി മുഴുവനും കൊഴിഞ്ഞു, പുരികമെല്ലാം കൊഴിഞ്ഞു, വയറുവശത്തേക്ക് കൂടി, നാക്ക് താണുപോയി. സ്വത്രം ദേഹം മൊത്തം ഇങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥതയില്, ഇങ്ങനെ പോളിയോ വന്ന കുഞ്ഞിന്റെ കാലം കൈ പോലെ. 3.5 മാസം കഴിഞ്ഞപ്പോൾ അതുപോലെ എൻ്റെ വലത് കൈ ഇടത് കൈയും ഇടത് കാലം ശോഷിക്കാൻ തുടങ്ങി. ഒടുവിൽ ലോകവൈദ്യന്മാരനെ വിടുമ്പോൾ, ഒത്തിരി സാക്ഷ്യമൊന്നും പറയുന്നില്ല, ഒരുപാട് സാക്ഷ്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ലോകത്തിലെ വൈദ്യന്മാരനെ ഉപേക്ഷിക്കുമ്പോൾ സ്തോത്രം വിശ്വസിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാ വിട്ടത്. കൃപയാൽ സ്തോത്ര ഹല്ലേലൂയ. പിന്നീട് ജയഭാരത്തിലേക്ക് കൊണ്ടുപോയി അലോപ്പതി ആയുർവേദം മാറി മാറി കഴിച്ചതിന്റെ പരിണിത ഫലം ഉച്ചി മുതൽ പാദം വരെ പപ്പടം തിളച്ച് വെളിച്ചത്തിനേക്ക് അതിന് കുമള പൊങ്ങുന്നത് പോലെ ദേഹം മൊത്തം വ്രണങ്ങൾ വന്ന് അഴുകി. ഡ്രസ്സ് ധരിക്കാൻ വയ്യ, ആഭരണം ധരിക്കാൻ വയ്യ. ഒടുവിൽ 18 കിലോ പോലും തികച്ചില്ലാത്തൊരു അസ്ഥിഭജനമായി ലോകം എന്നെ ഉപേക്ഷിച്ചു. സ്തോത്ര ഹല്ലേലൂയ. ആ കൊച്ചു പ്രായത്തിൽ, എൻ്റെ 18ാമത്തെ വയസ്സിൽ സ്തോത്ര ലോകത്തിലെ വൈദ്യന്മാർ ഉപേക്ഷിച്ചു. പിന്നെ ആശ്രയ സ്ഥാനങ്ങൾ ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, ആശ്രയ സ്ഥാനങ്ങളെല്ലാം മറ്റുപോയി. ജാതകത്തിൽ ആ പ്രായം വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ജാതകം എഴുതിയ സ്വാമിയുടെ വീട്ടിലും പോയി എൻ്റെ യേശുവിനെ ഉയർത്താൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാവരും ഉപേക്ഷിച്ചു. ഒടുവിൽ അപ്പനും അമ്മയും തലയ്ക്ക് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു, ഹിന്ദുക്കളുടെ ദൈവത്തിന്റെ ദോഷം മുഴുവൻ ഒഴിച്ചു, ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ ദോഷം മുഴുവൻ ഒഴിച്ചു, മുസ്ലിങ്ങളുടെ ദൈവത്തിന്റെ ദോഷം മുഴുവൻ, കാരണം എല്ലാം ചെയ്തു. ലോകത്തിലെ വൈദ്യന്മാരും പരാജയപ്പെട്ട ആശ്രയ സ്ഥാനങ്ങൾ അറ്റുപോയി അവിടെ കിടക്കുമ്പോൾ നാഷണൽ ഗോസ്പൽ ഫോഴ്സ് എന്ന് പറയുന്നൊരു ടീമിന്റെ പ്രവർത്തകർ കവലകളിലൂടെ സ്തോത്രം സഞ്ജി ഉപദേശിമാരായി സഞ്ജിയും തൂക്കിയിട്ട് കുറെ ട്രാക്റ്റും, തമ്പിയുടെ ഹൃദയം കുറെ ട്രാക്റ്റും ഇട്ട് ഒരു കോളാമ്പി മൈക്കിനകത്തൂടെ യേശു ജീവിക്കുന്നവരുടെ പാവപ്പെട്ട ചില ഉപദേശിമാർ ഞങ്ങളുടെ ദേശത്തേക്ക് വന്നു. ഞാൻ ഒരു കാര്യം പറയാം, വിദ്യാഭ്യാസത്തിലല്ല കാര്യം, കുടുംബശ്രേഷ്ഠത്തിലല്ല കാര്യം, കൃപയ്ക്കകത്ത. ശക്തിയുണ്ടോ ആള് മാറും, ശക്തിയുണ്ടേ നീ ആള് മാറും. ഒത്തിരി നാമത്തെ നിഷേധിച്ചു. ഞാൻ TPM കൂട്ടുകാരിലൂടെയാണ് ആദ്യമായി കോളേജിൽ പഠിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടത്. സ്തോത്രം. എനിക്ക് അവരെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടം അവരെ കേട്ടോ. എല്ലാത്തിനും സ്തോത്രം പറയും. നമുക്കില്ലാത്തൊരു ഗുണമാണ്. ഇവിടെ ആണെ പറഞ്ഞു പറയിപ്പിക്കുക, കൈ കുടഞ്ഞുകൊണ്ട് സ്തുതിച്ച്, തല കുലുക്കിക്കൊണ്ട് സ്തുതിച്ച്, മുഖത്തോട്. അങ്ങനൊന്നുമല്ല. ഞങ്ങളെ ബൈബിൾ കോളേജ് പഠിപ്പിക്കുമ്പോൾ രാജുമേത്ര പാസ്റ്റർ എപ്പോഴും പറയടാ, അകം തിളച്ചു മറിയുന്നവൻ ആദരം പൂട്ടിയിരിക്കത്തില്ലെന്ന്. പ്രഷർ കുക്കറിനകത്ത് പ്രഷർ നിറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി വന്നത് അവയും വെച്ച് അടച്ചു പിടിച്ചാലൊന്നും പ്രഷർ നിൽക്കത്തില്ലെന്ന്. കൈ കൊണ്ടെടുത്താൽ അത് വിസിലടിച്ചുകൊണ്ടേയിരിക്കും. അകം തിളച്ചു മറിഞ്ഞാൽ ആദരം പൂണ്ടാൻ ഒക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇവര് സ്തോത്രം എപ്പോഴും പരീക്ഷയ്ക്ക് ജയിച്ചാലും ജയിച്ചാലും സ്തോത്രം, തോറ്റാലും സ്തോത്രം, കാലിടിച്ചാലും സ്തോത്രം, കാല് തട്ടിയാലും സ്തോത്രം, മുറിഞ്ഞാലും സ്തോത്രം, മുറിഞ്ഞില്ലേലും സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ വേറെയാണ്, ആൺകുട്ടികളെക്കാട്ടി കഷ്ടമായിരുന്നു. ഇന്ന് അതിൻ്റെ 10,000 ലക്ഷക്കണക്കിന് മടക്കിന് യേശുവിനെ സ്നേഹിപ്പാനുള്ള ഭാഗ്യം ദൈവം തരുന്നു. അത്രത്തോളം നാമത്തെ എതിർത്തിട്ടുണ്ട്. അന്യഭാഷയിൽ പറയുന്നവരുടെ അന്യഭാഷ 100 രൂപയ്ക്ക് ബെറ്റ് വെച്ചിട്ട് കൂട്ടുകാരുടെ അടുക്ക് പോയിരുന്ന് ഒടുവിൽ പല പല മുത്തേ ബ്ലേഡേസ് ലൈഡി അംഗലവാടി ബാലവാടി എന്നൊക്കെ പറഞ്ഞ് സ്തോത്രം എഴുതിയിട്ട് പറഞ്ഞതാ. സ്തോത്രം. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി, വചനം ദൈവമായിരുന്നു. സ്തോത്രം. അവർ വായിച്ച് ഒക്കെ അവരുടെ പുസ്തകം പഠിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥനയുണ്ടായിരുന്നു, പ്രാർത്ഥന കാപ്പിയോട് കൂടിയായിരുന്നു, പ്രാർത്ഥന കാപ്പിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പേപ്പറിൽ എഴുതിയിടുമായിരുന്നു. സ്തോത്രം. ക്രിസ്തീയ പാട്ടുകളൊക്കെ തിരുത്തി എഴുതുമായിരുന്നു. ഒത്തിരി പരിഹസിക്കുമായിരുന്നു. ഇല്ലാത്ത കള്ളങ്ങളൊക്കെ അവരുടെ മേൽ, കൂട്ടുകാരുടെ മേൽ പറഞ്ഞ് അവരെ അടിച്ചേൽപ്പിക്കുമായിരുന്നു. മൗനമായിരുന്നു സ്തോത്രം പറയുക, അല്ലാതെ ഒന്നും പ്രതികരിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ സുവിശേഷം കേൾക്കാനുള്ള അവസരമൊരുങ്ങി. സ്തോത്രം. ഞങ്ങൾക്ക് രക്ഷയറിയത്തില്ല. രക്ഷയൊക്കെ അറിയാവുന്ന രക്ഷയ്ക്ക് 30 ദിവസം 60 ദിവസം 90 ദിവസത്തെ കാലാവധിയുണ്ട്. ശരീരത്തിന്റെ വിവിധ ഭാഗത്ത് എഴുതി കിട്ടുന്ന രക്ഷയാണ്. കാലാവധി കഴിയുമ്പോൾ ഈ രക്ഷ അഴിച്ചു കഴിയും, പുതിയ രക്ഷ എഴുതി കിട്ടും. എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരിലൂടെ നിത്യമായ രക്ഷയെക്കുറിച്ച് കേട്ടു. ഈ രക്ഷയുടെ പേരാണ്, പറഞ്ഞേ മക്കളെ, നിത്യമായ രക്ഷ.
സ്തോത്രം. നിത്യരക്ഷ, നിത്യസ്നേഹം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരും ഉണ്ടാക്കിയതല്ല, ദൈവം സകലം ചമച്ചവൻ. സ്തോത്രം. അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ സർവശക്തിയുള്ള, പറഞ്ഞോട്ടെ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ സർവജ്ഞാനിയായ ദൈവം. എന്താണ് സർവജ്ഞാനി? ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ, പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ള പ്രസ്താവിക്കുന്ന ദൈവം. ഒന്നുകൂടി പറഞ്ഞ, ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും ഹിന്ദി പ്രാർത്ഥിച്ചാലും തമിഴിൽ പ്രാർത്ഥിച്ചാലും തെലുങ്കിൽ പ്രാർത്ഥിച്ചാലും കന്നഡയിൽ പ്രാർത്ഥിച്ചാലും ഉറുദു പ്രാർത്ഥിച്ചാലും ഒക്കെ മനസ്സിലാകുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും, പലരൊക്കെ പറയാറുണ്ട് ഇന്ന ഭാഷയിൽ പ്രാർത്ഥിച്ചാലേ നിങ്ങളുടെ ദൈവത്തിന് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെയല്ല. സ്തോത്രം. നമ്മുടെ ദൈവം സകലതും അറിയുന്നവനാ, സർവജ്ഞാനിയ, സർവവ്യാപി. എന്താണ് സർവവ്യാപി? സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണം, എന്താ സർവവ്യാപി? സ്തോത്രം. ഒരു പ്രത്യേക ദേശം കൊണ്ട് അറിയപ്പെടുന്ന ഒരു ദൈവമല്ല സർവവ്യാപിയായ ദൈവം. സ്തോത്രം. ഇത് ഓടനാവട്ടം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല. കൊട്ടാരക്കര കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ ആലപ്പുഴ ജില്ല കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല. കേരള സംസ്ഥാനം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല സർവവ്യാപി. ഇന്ത്യ മഹാരാജ്യം കൊണ്ട് മാത്രം അറിയപ്പെടുന്ന ഒരു ദൈവമല്ല. സ്തോത്ര, ഹല്ലേലൂയ. സ്വർഗത്തിൽ കയറിയാൽ ഞാൻ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുമുണ്ട്, സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയുമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ സർവശക്തനായ ദൈവം, ആ സർവജ്ഞാനിയായ ദൈവം, ആ ദൈവം ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കപ്പെടുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ കരം തട്ടിയ ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തോത്രം. ഈ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ അങ്ങോട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പിന്നെ ലോകത്തിൽ ഒരു ശക്തിക്ക് നമ്മെ തകർക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഞാൻ എല്ലാ വർഷവും ആരംഭത്തിൽ ജനുവരി മാസം 40 ദിവസം ഉപവസിക്കാറുണ്ട്. സ്തോത്രം. പിന്നീട് 21 ദിവസം 7 ദിവസം ഇങ്ങനെ ഉപവാസത്തിന് ഭയങ്കര ശക്തിയാണ് ഫാസ്റ്റ്. സ്തോത്രം, ഹല്ലേലൂയ. ഉപവാസത്തിന് ഭയങ്കര ശക്തിയാണ്. സ്തോത്രം. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ ഉപവാസം വേണം. പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ, ശത്രുവിൻ്റെ സാത്താൻ നോക്കുമ്പോൾ ഈ കോട്ട് സൂട്ട് ഒന്നും ഇട്ടുകൊണ്ട് നിൽക്കുന്നതല്ല കാണുന്നത്. വെള്ള ഷർട്ടും വെള്ള പാൻറ്റും വെള്ള ചുരിദാറും വെള്ള സാരി ഒന്നുമല്ല. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഒരു ദൈവത്തിനെ പിശാച് നോക്കുമ്പോൾ കാണുന്ന അരയ്ക്ക് സത്യം കെട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലെ ചെരിപ്പാക്കി, ദുഷ്ടന്റെ തീയുമ്പകളെ കിടക്കുന്ന വിശ്വാസം എന്ന പരിചയെടുത്ത്, രക്ഷ എന്ന ശിരസ്സം തലയിലണിഞ്ഞ്, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും എടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ പിശാച് നമ്മളെ നോക്കുമ്പോൾ, ഒരു അഭിഷിക്തനെ നോക്കുമ്പോൾ, ഒരു ദൈവ പൈതലിനെ നോക്കുമ്പോൾ, നിന്റെ തലമുറ അഭിഷേകമുള്ള കുഞ്ഞിനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനെ നോക്കുമ്പോൾ, ഹല്ലേലൂയ, പിശാച് നോക്കുമ്പോൾ ചൂടാരാസി രേഖേമന ശംധല റെസനെ ദിഖരിയ ശസ്തബാന ദലഗ സംദരെ, പിശാച് നോക്കുമ്പോൾ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച ഒരു ദൈവ പൈതൽ. ഹല്ലേലൂയ. ഇതും ധരിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കളത്തിലല്ല നിൽക്കുന്നത്. പിന്നെയോ പറഞ്ഞേ, നമ്മൾ പോർക്കളത്തിലാ. ശ്രദ്ധിക്കണമേ, നമ്മൾ യുദ്ധക്കളത്തിലാ നിൽക്കുന്നത്. ഈ 21 ദിവസം അല്ലേ? ഓക്കെ, 7 ദിവസമായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പിശാചിന്, നമ്മൾ എപ്പോഴും പറയും പിശാച് ഞങ്ങളോട് ഭയങ്കരമായിട്ട് പിശാചല്ല പോരാടുന്നത്. പിന്നെയോ നമുക്ക് പോരാട്ടമുള്ളത്, നമ്മൾ അങ്ങോട്ടാ പോരാടുന്നത്. ശരിക്കും പറഞ്ഞ 7 ദിവസം കൊണ്ട് അവൻ എന്ത് ചെയ്തേക്കുവാ? പറഞ്ഞേ, പേടിച്ചിരിക്കുക. സ്തോത്രം. നമ്മളിലുള്ള അഭിഷേകത്തെ പിശാചിന് പേടിയാ. സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ പിശാചിന് പേടിയാ, ഉപവാസം അവന് ഭയമാ. സ്തോത്രം, ഹല്ലേലൂയ. അഭിഷേകമുള്ളവനെ തടയാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത് വാക്യം വായിച്ചു തന്ന് സഹായിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാമത് വാക്യം. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന അവനോട്, റബ്ബി,
നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയും. യോഹന്നാൻ 3:8 വായിക്കുന്നത്. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതെ, താങ്ക് യു. സ്തോത്രം. കാറ്റ് പറഞ്ഞേ ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. ഇപ്പൊ കാറ്റടിക്കുന്നുണ്ട്. സ്തോത്രം. കാറ്റ് കിട്ടുന്നുണ്ട്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. അത് എവിടെ നിന്ന് വരുന്നു എന്നോ എവിടേക്ക് പോകുന്നു പറഞ്ഞേ എവിടേക്ക് പോകുന്നു എന്നോ അറിയാത്തതുപോലെ ആത്മാവിനെ ജനിച്ചവൻ എന്തുപോലെ? കാറ്റ് പോലെ. ആത്മാവിനെ ജനിക്കുന്നവൻ തടയാൻ പറ്റുമോ? സ്തോത്രം. വെള്ളമായിരുന്നെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ നമുക്കങ്ങ് ദേശം മാറ്റി അങ്ങ് വിടായിരുന്നു. വേറൊരിടത്തോട് നമുക്കങ്ങ് ഒഴുക്കി വിടായിരുന്നു. വെളിയിൽ നിന്ന് ഇങ്ങോട്ട് തണ്ട് ഒഴുകി വരുമോ? സ്തോത്രം. എനിക്ക് ഈ ആലയം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നല്ല സ്ഥലം. സ്തോത്രം. ഞാൻ കർത്താവിൻ്റെ ദാസനോട് പറയൂ, നല്ല സ്ഥലമായി ഇത്. സ്തോത്രം. എന്തൊരു മനോഹരമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിലുപരി ഇതിനകത്ത് ഭയങ്കര ഒരു ദൈവസാന്നിധ്യമുണ്ട്. സ്തോത്രം. ഭയങ്കര ദൈവസാന്നിധ്യമുണ്ട്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. സ്തോത്രം. 28 വർഷം കൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുണ്ട്. സ്തോത്രം. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇന്നലെ പെട്ടെന്ന് അങ്ങോട്ടൊരു മഴ പെയ്തു, ഒരു ഇടി വെട്ടി. ആ ഇടി വെട്ടിയപ്പോൾ ഒരു കൂണ് കിളിച്ചു വന്നു. സ്തോത്രം. പെട്ടെന്ന് മനോഹരമായ കൂണെല്ലാം കൂടെ പറമ്പ് നിറച്ച് കിളിച്ചിരിക്കുക. സ്തോത്രം. 2 ദിവസം കഴിയുമ്പോൾ പിന്നത് അങ്ങനെയല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കണം. സ്തോത്രം. ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ അവസാനിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ആത്മാവിൽ തുടങ്ങിയെങ്കിൽ ആത്മാവിൽ അവസാനിക്കണം. ഇന്ന് ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ രാവിലെ വൈകിട്ടും അവിടെ യോഗമുണ്ട്. സ്തോത്രം. ഞാനിവിടെ ഇങ്ങനെ പറയുമായിരുന്നു. സ്തോത്രം. പൗലോസ് പറഞ്ഞു കേട്ടു, എന്തെല്ലോ പ്രശ്നങ്ങളിൽ കൂടെ ഇദ്ദേഹം പോയത്. കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, കഷ്ടത, പട്ടിണി, കരയിലെ ഉപദ്രവം, കടലിലെ ഉപദ്രവം, എന്തൊക്കെയായിരുന്നു. സ്തോത്രം. എന്ത് പ്രശ്നങ്ങളാ. സ്തോത്രം. കൂടെ വന്നവർ കൂടെ ഉണ്ട്. ഉഗ്രവാദം ഒക്കെ നടന്നു പോയവരൊക്കെ ഉണ്ട്. ഒത്തിരി പ്രശ്നനിപുണമായ അനുഭവത്തിലൂടെ ഈ പൗലോസ് പോയി. സ്തോത്രം. ഹല്ലേലൂയ. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ പിടിക്കാമെന്ന് വെച്ച് ഓടുവന്നൊക്കെ പറഞ്ഞു ഒടുവിൽ പറയുകയാണ്, ഞാൻ നല്ല പോർ. അവസാന സെക്കൻഡിൽ പറയുക, പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് എന്തൊരു ധൈര്യമാ ക്രിസ്തു ഭക്തന്. ഇവൻ ആരായിരുന്നു? സ്തോത്രം. ഹല്ലേലൂയ. ഈ നാമത്തിനെതിരെ പ്രവർത്തിച്ചവനാ. ഇന്ന് രാത്രി വിളിച്ചു പറയാം, ഈ നാമത്തിനെതിരെ പ്രവർത്തിച്ചവന് ഈ നാമം ഉയർത്താൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഈ നാമത്തിനെതിരെ നിൽക്കുന്ന ചിലത് ഇതിനകത്ത് വരുന്നത്, ഇതിന് വിരുദ്ധമായി നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഈ നാമത്തിനെതിരുള്ള ചിലര് പരിശുദ്ധാത്മ പറയുന്നു, ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പോവാം. ഇതിനെതിരായി നിൽക്കുന്ന ചിലത്, ഇതിന് വിരോധമായി നിൽക്കുന്ന ചിലത്, ഈ നാമത്തിന് വിരുദ്ധമായി കരമുയർത്തുന്ന ചിലത്, ഈ നാമത്തിന് വിരുദ്ധമായി അധരം തുറക്കുന്ന ചിലത് പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പോവാ. ആർക്കും തടയാൻ പറ്റത്തില്ല, ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ചലനാത്മകമാകുന്ന പ്രവൃത്തി സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോവാ. കർത്താവ് ഇറങ്ങി വന്ന പിന്നെ തടയാൻ പറ്റത്തില്ല. ആത്മസാന്നിധ്യം ഇറങ്ങിയ പിന്നെ പറഞ്ഞോട്ട് സ്തോത്രം. ഇതൊരു അസാധാരണ ധൈര്യമാണ്. സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്നത് അഭിഷേകം എന്ന് പറയുന്നത്. സ്തോത്രം. ഇത് സർട്ടിഫിക്കറ്റിനെ കുറ്റപ്പെടുത്തുമല്ല കേട്ടോ, അതുകൊണ്ടൊന്നും നേടാൻ പറ്റുന്നതല്ല. 3.5 വർഷത്തെ സർട്ടിഫിക്കറ്റ് പത്രോസിന്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ട് അല്ലേ? 3.5 വർഷം യേശുവിന്റെ കൂടെ. ഇതിനെക്കാട്ടി വലിയ ബൈബിൾ കോളേജ് ഉണ്ടോ? ഞങ്ങൾ ബൈബിൾ കോളേജ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് ഇതിനെക്കാട്ടി വലിയ ബൈബിൾ കോളേജ് ഇല്ല. സ്തോത്രം. ഈ 3.5 വർഷത്തെ സർട്ടിഫിക്കറ്റ് പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. സ്തോത്രം. എന്തെല്ലാം വിടുതൽ കണ്ടതാ, അനുഭവിച്ചതാ, അപ്പം തിന്നതാ, കൊട്ടയോടെ വീട്ടിൽ കൊണ്ടുപോയി, പടക് നിറഞ്ഞതാ, അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കിട്ടിയ, നിന്നിച്ചവന്റെ പടകിനെ കൂടെ മാടി വിളിച്ചു കൊടുത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് പറഞ്ഞു. സ്തോത്രം. പക്ഷേ കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്തോത്രം പെയ്യെ ഒന്ന് പുറകെ പോയി. സ്തോത്രം. പെട്ടെന്നൊരു സ്ത്രീ വന്ന് ചോദിച്ചു,
വേഷഭൂഷാദികളും ഭാഷയൊക്കെ കണ്ടപ്പോൾ യേശുവിൻ്റെ കൂടെ ഉള്ളതാണെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, കർത്താവിനോട് കൂടെയുള്ളവരെ കണ്ടാലറിയും. സ്തോത്രം. പോകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നീയും അവനോടൊപ്പം ഉള്ളതല്ലയോ? പത്രോസിനോട് ചോദിക്കുക, നീയും? സ്തോത്രം. അല്ലേ? ഞാൻ അവനെ അറിയുന്ന പോലുമില്ല. പിന്നെ അങ്ങോട്ട് തീ കാഞ്ഞു ഇരിക്കുന്നവരുടെ ഇടയിലോട്ട് ചെന്നപ്പോൾ അമ്മി അങ്ങോട്ട് ചെന്നപ്പോൾ പറഞ്ഞു, നീയും അവൻ്റെ കൂടെ ഉള്ളതല്ലയോ? സ്തോത്രം. പിന്നെന്തോ സംഭവിച്ചു? പ്രാകാനും ആണയിടാനും തുടങ്ങി. എനിക്കങ്ങും അറിയത്തില്ല. പ്രാകും, അങ്ങ് സ്വയം അങ്ങ് പ്രാകുക, സ്വയം അങ്ങ് ആണയിടുക. എനിക്കവനെ അറിയത്തില്ലെന്നേ. കാരണം കർത്താവ് പിടിക്കപ്പെട്ടു പോയല്ലോ. സ്തോത്രം. ഈ ഒരു ചിന്താഗതിയോട് പറയും, എനിക്കവനെ അറിയത്തില്ല. പ്രാകാനും ആണയിടാനും തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ഈ പത്രോസിന്റെ അടുക്കൽ അടച്ചിട്ടിരുന്ന റൂമിനകത്ത് സമാധാനം അരുളുന്നവൻ അകത്ത് ചെന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട. 365 പ്രാവശ്യം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഭയപ്പെടരുത്. നിങ്ങൾ ഭയപ്പെടരുത്. ദൈവത്തെ ഭയപ്പെടണം, വേറൊന്നിനെ നിങ്ങൾ ഭയപ്പെടണ്ട. ഒന്നിനെ ഭയപ്പെടണ്ട. തമ്പുരാനെ ഭയപ്പെടുന്നവന് ഇവിടുത്തെ ഒന്നിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ചങ്ങലകളെ പേടിക്കണ്ടെന്ന്, ഇരുമ്പ് വാതിലുകളെ പേടിക്കണ്ട, ഗർജിക്കുന്ന സിംഹത്തെ പേടിക്കണ്ട, 7 മടങ്ങ് ശക്തി കൂടിയ തീയെ പേടിക്കണ്ട, പൊട്ടക്കുഴിയെ പേടിക്കണ്ട, കാരാഗ്രഹത്തെ പേടിക്കണ്ട, നിന്നയെ പേടിക്കണ്ട, പരിഹാസത്തെ പേടിക്കണ്ട, ഒറ്റപ്പെടലുകളെ പേടിക്കണ്ട. കൃപയുണ്ടെങ്കിൽ, കൃപയുണ്ടെങ്കിൽ, കൃപ നിന്റെ മേലുണ്ടെങ്കിൽ, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു, സ്തോത്രം, ഉയരത്തിലെ ശക്തി പ്രാപിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവരുടെ അടുക്കമെന്ന് പറഞ്ഞ് ശക്തി പ്രാപിക്കണം. എന്തോ വേണം? ഭയപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തോട് ഭയം വേണം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഉയരത്തിലെ ശക്തി പ്രാപിക്കണം. വേറിട്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. നമുക്കറിയാം, വലിയ കൂട്ടമൊന്നുമില്ല, ഒരു ചെറിയ കൂട്ടം എന്ത് ചെയ്തു? മാർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്നു. പേടിച്ചവരെല്ലാം കൂടെ ആയിരുന്നത്, ഭയപ്പെട്ടവരായിരുന്നത്. ആരെ പേടിയാ? ദൈവത്തെ പേടിയില്ല, നാട്ടുകാരെ പേടിയ, ഭരണത്തെ പേടിയ, ഭരണകൂടത്തെ പേടിയ, വാളിനെ പേടിയ, ഇരുളിനെ പേടി, മൊത്തം പേടി. സ്തോത്രം. അവരെല്ലാവരും കൂടെ അടച്ചിട്ടിരിക്കുക. സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു, അല്ലേ, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി യെരൂശലേം വാങ്ങിപ്പോകാതെ നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ പോയി എല്ലാം കൂടെ ഒരു കൂട്ടം മാർക്കോസിന്റെ മാളിക മുറി കാത്തിരുന്നു. മുട്ടുമടക്കിന്റെ 10-ാം ദിവസം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, കൂടി വന്ന ഓരോരുത്തരുടെ മേലും കാത്തിരുന്നു. ഓരോരുത്തന്റെ മേലും, ഓരോ വ്യക്തിയുടെ മേലും, മുട്ടുമടക്കിയവരുടെ മേൽ, ഉയരങ്ങളിലേക്ക് കണ്ണു നോക്കിയിരുന്നവരുടെ മേൽ, ശക്തിക്കായി താണിരുന്നവരുടെ മേൽ അസാധാരണ സാന്നിധ്യം ഇറങ്ങി വന്നു. ഓ ഓ അസാധാരണ സാന്നിധ്യം. എന്തിനായിരിക്കുന്നത്? ഉയരത്തിലെ ശക്തിക്ക് വേണ്ടിയായിരിക്കുന്നത്. എന്തിനായിരിക്കുന്നത്? ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഭയപ്പെടാതെ ഇനി മുന്നോട്ട് പോകണം. ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുക. ഭയം കൂടാതെ ഞങ്ങൾക്ക് യാത്ര ചെയ്യണം. ഭയം കൂടാതെ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യണം. ഭയം കൂടാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. ഓ ഹല്ലേലൂയ. ഭയമില്ലാതെ ഒന്ന് മുന്നോട്ട് പോകണം. അതിനുവേണ്ടി കാത്തിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കാത്തിരുന്നു. ഓരോരുത്തരുടെ മേലെ ആത്മാവ് ഇറങ്ങി വന്നപ്പോ, സ്തോത്രം, ഒരു അസാധാരണ സാന്നിധ്യം. ഇത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. സ്തോത്രം. ഞാൻ ഈ നാമത്തെ ഒത്തിരി നിഷേധിച്ചതാ കേട്ടോ. സ്തോത്രം. പ്രിയാദാസ് സിംഹ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. 18 വയസ്സ് വരെ മതപാഠശാലയൊക്കെ പഠിച്ച്, സ്തോത്രം, മുന്നോട്ട് പോയി. രക്ഷ എന്തെന്ന് അറിയത്തില്ല, കൂടുതലൊന്നും അറിയത്തില്ല. യേശുക്രിസ്തുവിനെ കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന്. പിന്നെ എല്ലാവരും കൂടെ തല്ലിക്കൊന്ന്, സ്തോത്രം, ക്രൂശിൽ. ഇത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. സ്തോത്രം. എല്ലാവരും കൂടെ യേശുവിനെ ക്രൂശിൽ കയറ്റി. പക്ഷെ ഇന്ന് പുസ്തകം പഠിച്ചപ്പോഴാണ് മനസ്സിലായി, യേശുവിനെ ആരും ക്രൂശിൽ കയറ്റിയതല്ല. മാനവകുലത്തിന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്ത് വഹിച്ചുകൊണ്ടാവും ക്രൂശമേ കയറിയതാ, ആരും കയറ്റിയതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി നാമത്തെ നിഷേധിച്ചു. ഞാൻ TPM കൂട്ടുകാരിലൂടെയാണ് ആദ്യമായി കോളേജിൽ പഠിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടത്. സ്തോത്രം. എനിക്ക് അവരെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടം കേട്ടോ. എല്ലാത്തിനും സ്തോത്രം പറ. നമുക്കില്ലാത്തൊരു ഗുണമാണ്. ഇവിടെ ആണെങ്കിൽ പറഞ്ഞു പറയിപ്പിക്കുക, കൈ കുടഞ്ഞുകൊണ്ട് സ്തുതിച്ച്, തല കുലുക്കിക്കൊണ്ട് സ്തുതിച്ച്, മുഖത്തോട്. അങ്ങനൊന്നുമല്ല. ഞങ്ങളെ ബൈബിൾ കോളേജ് പഠിപ്പിക്കുമ്പോൾ രാജുമേത്ര പാസ്റ്റർ എപ്പോഴും പറയാം, അകം തിളച്ചു മറിയുന്നവൻ ആദരം പൂട്ടിയിരിക്കത്തില്ലെന്ന്. പ്രഷർ കുക്കറിനകത്ത് പ്രഷർ നിറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി വന്ന് തവിയും വെച്ച് അടച്ചു പിടിച്ചാലൊന്നും പ്രഷർ നിൽക്കത്തില്ലെന്ന്. കൈ കൊണ്ടെടുത്താൽ അത് വിസിലടിച്ചുകൊണ്ടേയിരിക്കും.
അകം തിളച്ചു മറിഞ്ഞാൽ അധരം പൂണ്ടാൻ ഒക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇവര് സ്തോത്രം എപ്പോഴും പരീക്ഷയ്ക്ക് ജയിച്ചാലും ജയിച്ചാലും സ്തോത്രം, തോറ്റാലും സ്തോത്രം, കാലിടിച്ചാലും സ്തോത്രം, കാല് തട്ടിയാലും സ്തോത്രം, മുറിഞ്ഞാലും സ്തോത്രം, മുറിഞ്ഞില്ലേലും സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ വേറെയാണ്, ആൺകുട്ടികളെക്കാട്ടി കഷ്ടമായിരുന്നു. ഇന്ന് അതിൻ്റെ 10,000 ലക്ഷക്കണക്കിന് മടക്കിന് യേശുവിനെ സ്നേഹിപ്പാനുള്ള ഭാഗ്യം ദൈവം തരുന്നു. അത്രത്തോളം ഈ നാമത്തെ എതിർത്തിട്ടുണ്ട്. അന്യഭാഷയിൽ പറയുന്നവരുടെ അന്യഭാഷ 100 രൂപയ്ക്ക് ബെറ്റ് വെച്ചിട്ട് കൂട്ടുകാരുടെ ഇടയ്ക്ക് പോയിരുന്ന് ഒടുവിൽ പല പല മുത്തേ ബ്ലേഡേ സ്ലൈഡേ അംഗലവാടി ബാലവാടി എന്നൊക്കെ പറഞ്ഞ് സ്തോത്രം എഴുതിയിട്ട് പറഞ്ഞതാ. സ്തോത്രം, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി വചനം ദൈവമായിരുന്നു. സ്തോത്രം, അവർ വായിച്ച് ഒക്കെ അവരുടെ പുസ്തകം പഠിക്കുമ്പോൾ ആദ്യം പ്രാർത്ഥനയുണ്ടായിരുന്നു, പ്രാർത്ഥന കാപ്പിയോട് കൂടിയായിരുന്നു, പ്രാർത്ഥന കാപ്പിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പേപ്പറിൽ എഴുതിയിടുമായിരുന്നു. സ്തോത്രം, ക്രിസ്തീയ പാട്ടുകളൊക്കെ തിരുത്തി എഴുതുമായിരുന്നു, ഒത്തിരി പരിഹസിക്കുമായിരുന്നു. ഇല്ലാത്ത കള്ളങ്ങളൊക്കെ അവരുടെ മേൽ കൂട്ടുകാരുടെ മേൽ പറഞ്ഞ് അവരെ അടിച്ചേൽപ്പിക്കുമായിരുന്നു. മൗനമായിരുന്നു സ്തോത്രം പറയുക, അല്ലാതെ ഒന്നും പ്രതികരിക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ സുവിശേഷം കേൾക്കാനുള്ള അവസരം ഒരുങ്ങി. സ്തോത്രം, ഞങ്ങൾക്ക് രക്ഷ അറിയത്തില്ല, രക്ഷയൊക്കെ അറിയാവുന്ന രക്ഷയ്ക്ക് 30 ദിവസം 60 ദിവസം 90 ദിവസത്തെ കാലാവധി ഉണ്ട്. ശരീരത്തിന്റെ വിവിധ ഭാഗത്ത് എഴുതി കിട്ടുന്ന രക്ഷയാണ്. കാലാവധി കഴിയുമ്പോൾ ഈ രക്ഷ അഴിച്ചു കഴിയും, പുതിയ രക്ഷ എഴുതി കിട്ടും. എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരിലൂടെ നിത്യമായ രക്ഷയെക്കുറിച്ച് കേട്ടു. ഈ രക്ഷയുടെ പേരാണ്, പറഞ്ഞേ മക്കളെ, നിത്യമായ രക്ഷ. സ്തോത്രം, നിത്യരക്ഷ, നിത്യസ്നേഹം. ഹല്ലേലൂയ. ഒത്തിരി തർക്കിച്ചു ഒടുവിൽ തുറക്കപ്പെട്ട വേദപുസ്തകത്തിന്റെ താളുകളെ പൊരുൾ തിരിച്ച് പറഞ്ഞ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് സ്തോത്രം കയ്യിലോട്ട് തന്നു. കാലുകൊണ്ട് പോലും ഇതിനെ ചവിട്ടത്തില്ല, ഞങ്ങൾ അശുദ്ധരായി തീരുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കെ കയ്യിലേക്ക് തന്നപ്പോൾ അംഗീകരിക്കാൻ പറ്റാതാണ് വലത് കൈ കൊണ്ട് ഓരോ പേജായിട്ട് വലിച്ചു കീറി പരുക്കനുള്ള സിമെന്റ് തറയിലേക്കിട്ട് പാരകന്റെ ചെരുപ്പാന്ന് കാൽ കിടന്ന് അതുകൊണ്ട് ചവിട്ടിയിട്ട് പറഞ്ഞു, അതേ തുപ്പി, നിങ്ങളുടെ യേശുവിന് ശക്തി ഉണ്ടെങ്കിൽ അവന്റെ ശക്തി ഒന്ന് കാണട്ടെന്ന്. ഒരു കൊച്ചു കുഞ്ഞിന് പേപ്പർ കീറി കളയുന്ന ലാഘവത്തോടെ പുസ്തകം വലിച്ചു കീറി നിലത്തിട്ട് ചവിട്ടിയതാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, തമ്പുരാൻ പിടിച്ചാൽ, സ്വർഗത്തിലെ അപ്പൻ പിടിച്ചാൽ, തമ്പുരാൻ തൊട്ടാൽ ഉലകത്തിൽ ഒരുത്തനും രക്ഷിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, അല്ലെങ്കിൽ വിടിവിക്കുമോ വിടിവെച്ചില്ലേ സൗഖ്യമാകുമോ പ്രാർത്ഥിച്ച അങ്ങനെ ഒക്കെ ഒത്തിരി സംവാദങ്ങൾ നടക്കുന്ന, പക്ഷെ അനുഭവമുള്ളവന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. വിടിവിക്കപ്പെട്ടവന് പറഞ്ഞേന്നേ കാഴ്ച കിട്ടിയ മിണ്ടാതിരിക്കും. സ്തോത്രം, അല്ലെ മുടന്തു മാറിയും കൂനു മാറിയും രക്തസാമം മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലെന്നേ. സ്തോത്രം, ഇതൊക്കെ ഇങ്ങനെ എക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ വിടുതൽ പ്രാപിച്ചവൻ തമ്പുരാനെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഒരു കാര്യം പറയാം, ഈ നാമത്തെ ഒതുക്കാൻ, ഇതിനെ തടയാൻ, ഇതിനെ ഒതുക്കാൻ, ഇതിനെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു ശക്തിക്കും കഴിയത്തില്ല ഈ നാമത്തിനെതിരെ നിൽക്കാൻ. സ്തോത്രം, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറിപ്പോകാത്ത ഈ വചനത്തെ അല്ലെ തടയാൻ, ഈ പ്രവൃത്തിയെ തടയാൻ, ഈ വിടുതലിനെ തടയാം, ഈ ശുശ്രൂഷയ്ക്ക് തടയങ്ങളിടാം ഒരു ശക്തിക്കും കഴിയത്തില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഇത് ചുമക്കുക തന്നെ ചെയ്യും. ഓ, പൗലോസ് ഇതിനെതിരെ നിന്നതാ, അല്ലെങ്കിൽ അധികാരപത്രം കൊണ്ട് പോയതാ. മുള്ളിന് നേരെ ഉദയ്ക്കുന്നു എന്ന് ചോദിച്ച ശബ്ദത്തിന് മുമ്പാകെ നട്ടുച്ച നേരത്ത് സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം വലയം ചെയ്ത് നിലത്തു വീണവൻ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയാ, അഗ്രിപ്പാവേ, ഏത് രാജാവിന്റെ മുമ്പിൽ വിളിച്ചു പറയും, ഒരു സമയം വരെ ഈ നാമത്തിനെതിരെ ഞാൻ നിന്നവനാ. അതങ്ങോട്ട് വായിക്കണം, ഉള്ളം കത്തിപ്പോവും. പ്രവർത്തികളുടെ പുസ്തകത്തിനകത്ത് അഗ്രിപ്പ രാജാവിനോട് വിളിച്ചു പറയുക പൗലോസ്, ഇന്നലകളിൽ ഞാൻ ഇതിനെതിരെ നിന്നതാ. സ്തോത്രം, പക്ഷെ നട്ടുച്ച നേരത്തിൽ സൂര്യനെ വെല്ലുന്നൊരു പ്രകാശമനെ വലയം ചെയ്തിട്ട് നിലത്തിട്ടു. പൗലോസെ മുള്ളിന് നേരെ ഉദയ്ക്കരുത്. ഇതെല്ലാം പറഞ്ഞിട്ട് ഫെസ്തോസ് പറയുന്നൊരു കാര്യമുണ്ട്, എടാ വിദ്യാബഹുത്വത്താൽ എന്താ പറഞ്ഞ നിനക്ക് ഭ്രാന്തുണ്ടെന്ന്. എന്നുവെച്ചാൽ പഠിത്തം കൂടിപ്പോയപ്പോ പൗലോസെ സ്തോത്രം ആത്മപൂർണനല്ലേരും ആരാ പറ മക്കളെ, ഭ്രാന്തനാ. ആത്മപൂർണരാരാ? ശരിയാണ്. സ്തോത്രം, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ എൻ്റെ കൂടെയുള്ള സൗകര്യന്മാരോടൊക്കെ പറയും, ഈ സിയോങ് ഗീതാവലി കൊണ്ടുവച്ച് ബൈബിൾ എടുത്തു വെച്ച് പായ് വെച്ച് തമ്പേർ വെച്ച് സ്തോത്രം ഇങ്ങനെയൊക്കെ വരുമ്പോഴും മാത്രമേ ചിലർക്ക് പാട്ടും പ്രാർത്ഥനയും, എന്നിട്ട് പാട്ടിൻ്റെ അറ്റത്ത് വാല് പോലെ 2 അന്യഭാഷ. ഇതൊന്നുമല്ല ജയകരമായ ജീവിതം എന്ന് പറയുന്നത്. ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചോണം.
ഡ്രൈവ് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും വാഷ് ചെയ്യുമ്പോഴും എപ്പോഴും ആഭരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. പുറമേയുള്ള മനുഷ്യൻ നമ്മൾ അല്ലെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ലതായിട്ട് അല്ലെങ്കിൽ ഒക്കെ ഒരുങ്ങി നടക്കാറുണ്ട്, അല്ലെങ്കിൽ എത്ര നീറ്റായിട്ട് നിൽക്കാൻ നോക്കും, നമ്മുടെ ശരീരം അത്ര നീറ്റായിട്ട് നമ്മൾ സൂക്ഷിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ അകത്തൊരു ആത്മമനുഷ്യനുണ്ട്. ഈ ആത്മമനുഷ്യൻ ജീവിക്കണമെങ്കിൽ വചനം വേണം, ആത്മാവിൻ്റെ പവർ വേണം. അങ്ങനെ ഒത്തിരി ഇതിന് വിരുദ്ധമായി സംസാരിക്കാൻ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത ഒടുവിൽ സത്യവേദ പുസ്തകത്തിന്റെ താളുകളെ വലിച്ചു കയറി സ്വർഗം എന്നെ വിട്ടില്ല. ചെറിയൊരു ടെമ്പറേച്ചർ തുടങ്ങി. സ്തോത്രത്തിൽ പെട്ടെന്നുണ്ടായ ദേഹാസ്വസ്ഥ, വായൊരു വശത്തേക്ക് കൂടി, വായിൽ കൂടെ ഞെരയും പതിയും വന്നു. സ്തോത്രം. അല്ലെ, എനിക്ക് സംസാരിക്കാൻ കഴിയാതായി. ഒടുവിൽ കണ്ണു തുറക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജില്ല. പക്ഷെ കൃപയാൽ പറയാം, ബെൽസ്പാൾസി എന്നൊക്കെ അവിടെ പറഞ്ഞ ബെൽസ്പാൾസി ഒന്നുമില്ല, തമ്പുരാന്റെ കരമാണ്. ശേഷം ഈ കൈയും കാലും തളർന്നു. ഏത് കാലും കൊണ്ട് ചവിട്ടിയ കാല് തളർന്നുപോയി, ഏത് കൈ കൊണ്ട് പുസ്തകം വലിച്ചൊരു കൈ തളർന്നു, ഏത് നാവ് കൊണ്ട് തുപ്പിയോ നാവ് താണു. കംപ്ലീറ്റ് ഒരു വശം. 3.5 മാസം കഴിഞ്ഞപ്പോൾ സമൃദ്ധമായി മുടിയുണ്ടായിരുന്നു. മുടി മുഴുവനും കൊഴിഞ്ഞു, പുരികമെല്ലാം കൊഴിഞ്ഞു, വയറുവശത്തേക്ക് കൂടി, നാക്ക് താണു പോയി. സ്വത്രം ദേഹം മൊത്തം ഇങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥതയിൽ, ഇങ്ങനെ പോളിയോ വന്ന കുഞ്ഞിന്റെ കാലം കൈ പോലെ. 3.5 മാസം കഴിഞ്ഞപ്പോൾ അതുപോലെ എൻ്റെ വലത് കൈ ഇടത് കൈയും ഇടത് കാലും ശോഷിക്കാൻ തുടങ്ങി. ഒടുവിൽ ലോകവൈദ്യന്മാരനെ വിടുമ്പോൾ, ഒത്തിരി സാക്ഷ്യമൊന്നും പറയുന്നില്ല, ഒരുപാട് സാക്ഷ്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ലോകത്തിലെ വൈദ്യന്മാരെ ഉപേക്ഷിക്കുമ്പോൾ സ്തോത്രം വിശ്വസിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാ വിട്ടത്. കൃപയാൽ സ്തോത്രം, ഹല്ലേലൂയ. പിന്നീട് ജയഭാരത്തിലേക്ക് കൊണ്ടുപോയി അലോപ്പതി ആയുർവേദം മാറി മാറി കഴിച്ചതിന്റെ പരിണിത ഫലം ഉച്ചി മുതൽ പാദം വരെ പപ്പടം തിളച്ച് വെളിച്ചത്തിനേക്ക് അതിന് കുമള പൊങ്ങുന്നത് പോലെ ദേഹം മൊത്തം വ്രണങ്ങൾ വന്ന് അഴുകി. ഡ്രസ്സ് ധരിക്കാൻ വയ്യ, ആഭരണം ധരിക്കാൻ വയ്യ. ഒടുവിൽ 18 കിലോ പോലും തികച്ചില്ലാത്തൊരു അസ്ഥിഭജനമായി ലോകം എന്നെ ഉപേക്ഷിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ആ കൊച്ചു പ്രായത്തിൽ, എൻ്റെ 18ാമത്തെ വയസ്സിൽ സ്തോത്രം, ലോകത്തിലെ വൈദ്യന്മാർ ഉപേക്ഷിച്ചു. പിന്നെ ആശ്രയ സ്ഥാനങ്ങൾ ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ആശ്രയ സ്ഥാനങ്ങളെല്ലാം മറ്റുപോയി. ജാതകത്തിൽ ആ പ്രായം വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ജാതകം എഴുതിയ സ്വാമിയുടെ വീട്ടിലും പോയി എൻ്റെ യേശുവിനെ ഉയർത്താൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാവരും ഉപേക്ഷിച്ചു. ഒടുവിൽ അപ്പനും അമ്മയും തലയ്ക്ക് വന്നിരുന്നോണ്ട് പറഞ്ഞു, ഹിന്ദുക്കളുടെ ദൈവത്തിന്റെ ദോഷം മുഴുവൻ ഒഴിച്ചു, ക്രിസ്ത്യാനികളുടെ ദൈവത്തിന്റെ ദോഷം മുഴുവൻ ഒഴിച്ചു, മുസ്ലിങ്ങളുടെ ദൈവത്തിന്റെ ദോഷം മുഴുവൻ ഒഴിച്ചു. കാരണം എല്ലാം ചെയ്തു. ലോകത്തിലെ വൈദ്യന്മാരും പരാജയപ്പെട്ട് ആശ്രയ സ്ഥാനങ്ങൾ അറ്റുപോയി അവിടെ കിടക്കുമ്പോൾ നാഷണൽ ഗോസ്പൽ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ടീമിന്റെ പ്രവർത്തകർ കവലകളിലൂടെ സ്തോത്രം സഞ്ജി ഉപദേശിമാരായി സഞ്ജിയും തൂക്കിയിട്ട് കുറെ ട്രാക്റ്റും തമ്പിയുടെ ഹൃദയം കുറെ ട്രാക്റ്റും ഇട്ട് ഒരു കോളാമ്പി മൈക്കിനകത്തൂടെ യേശു ജീവിക്കുന്നവരുടെ പാവപ്പെട്ട ചില ഉപദേശിമാർ ഞങ്ങളുടെ ദേശത്തേക്ക് വന്നു. ഞാൻ ഒരു കാര്യം പറയാം, വിദ്യാഭ്യാസത്തിലല്ല കാര്യം, കുടുംബശ്രേഷ്ഠത്തിലല്ല കാര്യം, കൃപയ്ക്കകത്ത. ശക്തിയുണ്ടോ ആള് മാറും, ശക്തിയുണ്ടേ നീ ആള് മാറും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നോക്ക, പത്രോസ് എന്താ സംഭവിച്ചേ? സ്തോത്രം, ഇന്നലകളിൽ ഒരു കൊച്ചു പെണ്ണിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു സഹോദരിയുടെ മുമ്പിൽ പ്രാകാനും ആണയിടാനും തീ കായുന്നവരുടെ നടുവിടെ എല്ലാം പറഞ്ഞു, ഓ പ്രാകാനും ആണ്, ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞവനാ. സ്തോത്രം. എന്നാൽ മർക്കോസിന്റെ മാളിക മുറി പകരപ്പെട്ട ദൈവശക്തി വന്നപ്പോ എഴുന്നേക്കടാന്ന് ആരും പറഞ്ഞില്ല, അങ്ങ് തന്നെ എഴുന്നേക്കുവാ. സ്തോത്രം. ആരും വളർത്തിയിട്ട് വളർന്നതല്ല, ആരും എഴുന്നേൽപ്പിച്ചതല്ല, തമ്പുരാൻ ആത്മസാന്നിധ്യത്താൽ അവനെ എഴുന്നേൽപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പത്രോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റതാണെന്ന്? സ്തോത്രം. പത്രോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റതാണോ? അല്ല. ശ്രദ്ധിക്കണമേ, പത്രോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റതല്ല. പുറത്തുനിന്ന് ഒരു കൂട്ടർ ഓടി വന്ന് ഇവിടുത്തെ ബഹളമെല്ലാം കേട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ വീഞ്ഞു കുടിച്ചതാന്ന് പറഞ്ഞപ്പോൾ അല്ല സഹോദരന്മാരെ എന്ന് പറയാൻ ചുമ്മാ അങ്ങ് എഴുന്നേറ്റതാ. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. പ്രസംഗിക്കാനൊന്നും എഴുന്നേറ്റതൊന്നുമല്ല. പിന്നെ ഒരു പെണ്ണിന്റെ മുമ്പിൽ നിൽക്കാൻ കെൽപ്പില്ലാത്തവനാ ഇത്രയും പേരുടെ മുമ്പിൽ. പുറത്തുനിന്ന് ഓടി വന്നവരാ. സ്തോത്രം. എന്താ സംഭവിച്ചേ? അല്ല സഹോദരന്മാരെന്ന് പറയാൻ അങ്ങോട്ട് എഴുന്നേറ്റ് ആ അഭിഷേകമുള്ളവനെ ആത്മാവ് അങ്ങ് ഉപയോഗിച്ചു. സ്തോത്രം. ഈ അഭിഷേകമുള്ളവർ പാടാൻ നിന്ന് ആത്മാവ് ഉപയോഗിക്കും. അഭിഷേകമുള്ളവന് എഴുന്നേറ്റ് നിന്നാൽ ആത്മാവ് ഉപയോഗിക്കും. സ്തോത്രം. ഒരു അസാധാരണ ധൈര്യം നമുക്കുണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. സാധാരണ ഒരു വ്യക്തിയോട് മിണ്ടാൻ ഭയമുള്ള നമ്മൾ ഹല്ലേലൂയ 10,000-ങ്ങളോ ലക്ഷങ്ങളോ ഒന്നും യേശുവിനെ ഒന്ന് പ്രസംഗിച്ച് നോക്കിക്കേ, ഒരു അസാധാരണ ധൈര്യം നമുക്കുണ്ടാകും. എനിക്ക് യൗവനക്കാരായ കുഞ്ഞുങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾ പഠിക്കുന്ന കലാലയങ്ങൾ യേശുവിനെ ഉയർത്തണം. അല്ലെങ്കിൽ അവിടെ ചെന്ന് ഹല്ലേലൂയ യേശുവിനെ ഉയർത്തണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ യേശു വലിയവനെന്ന് നിങ്ങളുടെ അതരം കൊണ്ട് പറയണം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങോട്ട് എഴുന്നേറ്റു. പ്രസംഗിക്കാൻ എഴുന്നേറ്റല്ല, ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ എഴുന്നേറ്റതാ. സ്തോത്രം. ഒറ്റ പ്രസംഗം 3000 എണ്ണം അകത്ത് വന്നു. സ്തോത്രം. സ്തോത്രം. ഒരു പെണ്ണിന്റെ മുമ്പിൽ സ്തോത്രം ഏറ്റു പറയാൻ കഴിയാവുന്ന ഒരു അഭിഷേകം. അതുകൊണ്ട് മക്കളെല്ലാവരും കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചോണം.
ഈ 21 ദിവസം ഉപവാസം തീരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. കർത്താവ്, ഉയരത്തിലെ ശക്തി വേണം. അസാധാരണ കൃപ ഞങ്ങളുടെ മേൽ വേണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്യുന്നതന്റെ ശക്തി ഞങ്ങളുടെ മേൽ വേണം. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അല്ല, ഞാൻ വിശ്വസിക്കും, ഇന്ന് രാത്രി നിറയ്ക്കാൻ എന്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാ. ഹല്ലേലൂയ. ദൈവത്തിന് സമയമൊന്നും വിഷയമല്ല. എവിടെ വെച്ചു എപ്പോഴും എങ്ങനെ പ്രവർത്തിക്കും എന്റെ ദൈവം. ഹല്ലേലൂയ. പിന്നെ 3000 5000 പിന്നെ പുള്ളി സ്തോത്രം അങ്ങോട്ട് എന്ന് പറഞ്ഞു കേട്ടോ. അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, വെള്ളിയും പൊന്നുമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. സ്തോത്രം. മുടന്തൻ ഇങ്ങനെ ഇരിക്കുക വഴി. സ്തോത്രം. സുന്ദരമെന്ന സ്തോത്രം. വെള്ളിയും പൊന്നുമില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എനിക്ക് ഒന്നേ ഉള്ളു ഇപ്പൊ ഒരു നാമം, യേശുവിന്റെ നാമം. ഈ നാമം ഒന്ന് ഏറ്റു പറയാൻ കഴിയാതിരുന്നവൻ, പെണ്ണെ ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞ പറയാ, പെണ്ണെ ഇന്നിപ്പോ എനിക്ക് ഇതേ ഉള്ളൂ, ഈ നാമം മാത്രമേ പറയാനുള്ളെന്ന്. അങ്ങനെയെങ്കിൽ ഈ നാമമാണ് ഇന്ന് രാത്രിയിലും നാം ഇവിടെ ഉയർത്തുന്നത്. ഏത് നാമം? ഫിലിപ്പിയർ 2 പറയുന്നു, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും 3 ലോകവും മുട്ടുമടക്കുന്ന ഒറ്റ നാമമേ ഉള്ളൂ. വിളിച്ചു പറയാം, യേശുവിന്റെ നാമം. 3 ലോകം, സ്വർലോകം, ഭൂലോകം, അധോലോകം, 3 ലോകം മുട്ടുമടക്കുന്ന ഒറ്റ നാമമേ ഉള്ളൂ. ഇന്ന് രാത്രി നാം പ്രസംഗിക്കുന്നു, ആരാധിക്കുന്നു യേശുവിന്റെ നാമം. ആ നാമം എവിടെയൊക്കെ ഉച്ചരിച്ചാൽ പൈശാചിക ശക്തികൾ ഓടിപ്പോകും. ഹല്ലേലൂയ. വെളിച്ചപ്പാടത്തെ സ്ത്രീയുടെ ആത്മാവിനെ നോക്കി യേശുവിന്റെ നാമത്തിലൊന്ന് പൗലോസ് കൊണ്ടപ്പോ എന്ത് ചെയ്തു? പറ. ഭൂതങ്ങളെ വിട്ടുപോയി. സ്തോത്രം. പാപം മോചിച്ചു തരുന്ന നാമമായത്, ശാപം മാറ്റുന്ന നാമമായത്, രോഗസൗഖ്യമാകുന്ന നാമമായത്, പിശാച് അലറിയോടുന്ന നാമമായത്, ബന്ധനങ്ങൾ അഴിയുന്ന നാമമായത്, കെട്ടുകൾ പൊട്ടുന്ന നാമമായത്. ഈ നാമത്തിലുള്ള സത്യാരാധന എവിടെയുണ്ടോ? എങ്ങനെയാണ് ആരാധന? ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ് സത്യാരാധന. ഇതെവിടെയൊക്കെ ഉണ്ടോ അവിടെ മഹത്വം വെളിപ്പെടും. സ്തോത്രം. പിന്നെ ഇദ്ദേഹം പറഞ്ഞു, പിന്നെ അങ്ങോട്ട് ചോദിച്ചാൽ എനിക്കങ്ങ് ഭയങ്കര സന്തോഷം. പിന്നെ പുള്ളി ഒന്നും പറയവേ ഒന്നും വേണ്ട, വെള്ളിയും പൊന്നുമില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്ന നസ്രയനായ. പിന്നെ കുറച്ച് മുന്നോട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വല്ലതും പറഞ്ഞോ? പത്രോസ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വീതികളിൽ വിരിപ്പിന്മേൽ പറയുന്നു, വീതികളിൽ വിരിപ്പിന്മേൽ. ഇദ്ദേഹം അങ്ങോട്ട് നടന്നു പോകുമ്പോൾ വീതികൾ വിരിപ്പിന്മേൽ രോഗികളെ കൊണ്ട് കിടത്തിയിരിക്കുക. നിഴല് തട്ടിയ സൗഖ്യമെന്ന്. ഇന്നലെ ഒരു വ്യക്തിയുടെ മുമ്പിൽ പേടിച്ചു നിന്നവൻ അത്യുന്നതന്റെ ശക്തി വന്നപ്പോൾ ആള് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളിയും പൊന്നും എനിക്കെല്ലാം അന്ന് പറഞ്ഞു, ഇപ്പൊ പറയുക പോലും വേണ്ട, നിഴല് തട്ടിയാ വിടുതല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാം, ആത്മാവിനാം നിറയപ്പെട്ടവൻ എവിടെ പോയാലും വിടുതൽ സംഭവിക്കുമെന്ന്. ആത്മാവിനാ നിറയപ്പെട്ടവൻ എവിടെ പോയാലും വിടുതലുണ്ട്. ഖരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ ഈ 40 ദിവസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ചതാ, കുഞ്ഞെ, വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവൻ എവിടെ നടന്നു പോയാലും വെള്ളം വ്യാപിക്കുന്നത് പോലെ ആത്മാവിനാ നിറയപ്പെട്ടവൻ എവിടെ പോയാലും. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. വെള്ളത്തിൽ നിന്ന് ഒരാളിപ്പോൾ ഇങ്ങോട്ട് കയറി വരുവാ, അതിലേ ഞങ്ങളും കയറി വന്നേ. അവിടുന്ന് വെള്ളത്തിൽ നിന്ന് കയറി ഒരാൾ വന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം. ഇതുപോലാണ് പറഞ്ഞ കുഞ്ഞുങ്ങളെ, ആത്മാവിനാൽ നിറയപ്പെട്ടവര്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഏലിയാവ് സറാഫാത്തിലേക്ക് ചെന്നു. ആ ദേശത്ത് കാലെടുത്ത് ചവിട്ടി ആത്മഹത്യയുടെ കെട്ടുപൊട്ടി. അല്ലേ? ഞാനും കുഞ്ഞും മരിക്കാനിരിക്കുമായിരുന്നു. ഒരു ഭക്തൻ ഒരു ദേശത്ത് കാലെടുത്ത് വെച്ചപ്പോ ആത്മഹത്യയുടെ കെട്ടുപൊട്ടി. സ്തോത്രം. അവൻ ആ വീട്ടിൽ പാർത്തപ്പോ മരണം മാറി, ക്ഷാമം മാറി. ഭക്തൻ ഒരു ദേശത്ത് കാലെടുത്ത് വെച്ചാൽ, ഒരഭിഷിക്തൻ ഒരു കുടുംബത്തിനകത്ത് കാലെടുത്ത് വെച്ചാൽ, ഒന്നുകൂടി പറയാം, അഭിഷേകമുള്ള നീ ദേശത്തൂടെ നടന്നു പോയാ പിശാച് വിറക്കി വന്നേ. നിന്റെ വീട്ടിൽ ഈ അഭിഷേകമായി നീ കയറി ചെന്നാൽ ചില കുടുംബ പാരമ്പര്യ ശക്തികൾ തകരും, അന്ധകാര ശക്തികൾ തകരും, ആഭിചാര ശക്തികൾ തകരും, പൗരോഹിത്യ ശക്തികൾ തകരും, പാരമ്പര്യത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറും.
ജീസസ്, ഹല്ലേലൂയ. ഈ അഭിഷേകം വഹിക്കുന്നവരാ നമ്മൾ ആരെ? മഹത്വം വഹിക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അഭിഷേകോട്ടൊന്ന് ചെന്നേ. എലിയോ മാത്രമാണോ? സ്തോത്രം. വേദപുസ്തകം പറഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എലിയോ മാത്രമല്ല, നിങ്ങൾ നോക്കണം. സ്തോത്രം, ഹല്ലേലൂയ. കാരാഗ്രഹത്തിനകത്ത് കയറിയ പാടി സ്തുതിക്കുന്നവനാണോ? അതിന്റെ അടിസ്ഥാനം തമ്പുരാൻ തകർക്കും. യേശു ശമരിയയിൽ കാലെടുത്ത് വെച്ചു. പാപത്തിന്റെ ബന്ധനം എന്ത് ചെയ്തു? പറഞ്ഞേ, അടിഞ്ഞു മാറി. ശമരിയ പട്ടണം വിടുവിക്കപ്പെട്ടു. അഭിഷേകമുള്ളവനൊരു ദേശത്ത് കാലെടുത്ത് വെച്ചാൽ പാപത്തിന്റെ കെട്ടിൽ കിടക്കുന്ന ദേശങ്ങളുണ്ട്. പൈശാചിക ശക്തികൾ കൊടികുത്തി വാഴുന്ന ദേശങ്ങളുണ്ട്. അന്ധകാര ശക്തികൾ പിടിച്ചു വെച്ചിരിക്കുന്നില്ല. വിശ്വസിച്ചോ? 21 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ ഉയരത്തിലെ ശക്തി ഇതിനകത്ത് നിന്ന് പ്രാപിക്കുന്ന ചിലത്. ദേശത്തെവിടെ യാത്ര ചെയ്യുമ്പോൾ ചില കെട്ടുകൾ അഴിഞ്ഞു വീഴും. ദേശം നിന്റെ കയ്യിൽ അവകാശമായി തരും. സ്തോത്രം. ദേശം നമ്മുടെ കയ്യിൽ തരും. സ്തോത്രം. യേശു ഗദരദേശത്തോട് കാലെടുത്ത് വെച്ചു. സ്തോത്രം, സ്തോത്രം. ഏറിയ കാലങ്ങളായി. സ്തോത്രം. ഒരു വശത്ത് ബിസിനസ് ഒക്കെ നടക്കുന്നുണ്ട്. എന്താ? പന്നിക്കൂട്ടം. യഹൂദന് നിഷിദ്ധമാ പന്നി. സ്തോത്രം. അപ്പന്മാർ ആടിനെ മേയിച്ചു കൊണ്ടിരുന്ന ഇപ്പൊ പന്നിയെ മേയ്ക്കുക. നോക്കണമേ. സ്തോത്രം, ഹല്ലേലൂയ. യേശു ഗദരദേശത്ത് കാലെടുത്ത് വെച്ചു. സ്തോത്രം, ഹല്ലേലൂയ. തലമുറയുടെ കെട്ടഴിഞ്ഞു. വീട്ടിൽ കിടക്കുന്നവനെ ഇപ്പൊ കാട്ടിലും കല്ലറയിലുമാ കിടക്കുന്നത്. ഒറ്റയൊരെണ്ണം ഇപ്പൊ വീട്ടിലിരിക്കുന്നില്ല, കാട്ടിലും കല്ലറയിലുമാ. പക്ഷെ യേശു ഗദരയിൽ കാലെടുത്ത് വെച്ചു. സ്തോത്ര, ഹല്ലേലൂയ. ദക്കപ്പനി 10 പട്ടണം ഒറ്റ ഒരുത്തനെ കൊണ്ട് സുവിശേഷീകരിച്ചു. ദേശത്തിന്റെ ബന്ധനം അഴിഞ്ഞു. അപ്പനെ കാണണ്ട, അമ്മയെ കാണണ്ട, വീട്ടുകാരെ കാണുന്ന, കുടുംബം വേണ്ട എന്ന് പറഞ്ഞ് കാട്ടിലും കല്ലറയിലും തലമുറയുടെ മേലുള്ള പൈശാചിക മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറി കൂട്ടം കടുന്തൂക്കത്തോടെ വീണുപോയപ്പോൾ ദേശം ദൈവത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറ, എന്റെ കുടുംബത്തിനകത്ത് നാളുകളായി വാഴുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ ഈ അഭിഷേകത്തോടെ നീ കാലെടുത്ത് വെക്കുക. തടയാൻ പറ്റത്തില്ല ഒരു ശക്തിക്കും. ദൈവകൃപയെ കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നു അറിയുന്നില്ല. അറിയാത്തതുപോലെ ആത്മാവിനെ ജനിച്ചവന്റെ ഒരു കാറ്റ് പോലെ വഴിയെ തടയാൻ പറയുന്നേ. നിന്റെ വഴിയെ തടയാൻ, നിന്റെ തലമുറകളുടെ വഴിയെ തടയാൻ, നിന്റെ ശുശ്രൂഷയെ തടയാൻ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിന്റെ ശുശ്രൂഷയെ തടയാൻ, അല്ലെ നിന്റെ വഴിയെ തടയാൻ, നിന്റെ തലമുറയുടെ ഭാവിയെ തടയാൻ, നിന്റെ നന്മകളെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിച്ചു കരം തട്ടിയ ദൈവത്തെ സ്തുതിച്ചോട്ടെ. Udaraba, Sataraba, Legashaganaga, Rigana, Shamde, Regane, Vaida, Peudi, Karasi, yes, Rimana, Shekanasi, and the Labo, Sharababa, Udalaraba, Sabana, the Galkamanaga, Shekanaga, Piri, Ribi, Never, Rishakanase, Rika Babasi, Dirasakala, Raba Shapanasi, Lamo Sheraba Sapane. Oh Jesus! Rakhala Bashade, Regale,
ജീസസ്. തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, തടയാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. സ്തോത്രം. കാറ്റ്, സ്തോത്രം. അഭിഷേകമുള്ളവനെ ഒരു കാറ്റ് പോലെ ദൈവം ഉപയോഗിക്കും. വിശ്വസിക്കാമോ? ഏലിയ ഒരു കൊടുങ്കാറ്റായിരുന്നു. ഏലിയ ആരായിരുന്നു? രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 18-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ അവിടെ കാണുന്നു ഓബദ്യാവ് എന്ന് പറയുന്ന ഒരു ആഹാബിന്റെ ഗ്രഹവിചാരകൻ. ആര്? ഓബദ്യാവ്. ഓബദ്യാവിന്റെ അടുക്കലോട്ട്, സ്തോത്രം, രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലുണ്ട്, സ്തോത്രം, 18-ാം അധ്യായത്തിലുണ്ട്, എടുക്കണ്ട, ശ്രദ്ധിച്ചേ. ഓബദ്യാവിന്റെ അടുക്കലോട്ട് ഈ ആഹാബ് ചെന്നിട്ട്, ഏലിയാവ് ചെന്നിട്ട് പറയാ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ യജമാനനോടൊന്ന് ചെന്ന് പറ. ആരാ? ആഹാബിനോട്. സ്തോത്രം. ആഹാബിനോട് ചെന്ന് പറ, ഞാൻ ഇവിടെ ഉണ്ടെന്ന്. അവൻ ആരാ? ആഹാബ് ആരാ? യഹോവയുടെ അഭിഷിക്തന്മാരുടെ ശിരസിനെ ഛേദിച്ചു കളയുന്ന, സ്തോത്രം, ദൈവഭക്തന്മാരെ ഉന്മൂലനാശം വരുത്തിക്കൊണ്ടിരിക്കുന്ന ആഹാബ ശക്തി, ഇസബേലി ശക്തി. സ്തോത്രം. എന്നിട്ട് ഓബദ്യാവാരാ? ബാല്യം മുതൽ യഹോവ ഭക്തൻ. അവനോ അല്ലെങ്കിൽ ആഹാബിന്റെ ഗ്രഹവിചാരകന്. ഏലിയാവ് ഈ അവന്റെ ഭാര്യ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ കാണുന്ന ചരിത്രം അങ്ങനെ പഠിപ്പിക്കുന്നത്. പ്രവാചക ശിഷ്യന്റെ ഭാര്യ. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, അവൻ യഹോവ ഭക്തനായിരുന്നെന്ന് പോകട്ടെ. ഈ ഓബദ്യാവിന്റെ അടുക്കൽ ചെന്ന് ഏലിയാവ് പറയുകയാണ്, ഞാനിവിടെ ഉണ്ടെന്ന് അവനോട് ഇന്ന് പറ. ഉടനെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഈ ഓബദ്യാവ് പറയുവാണ്, ഇപ്പൊ നീ ഇവിടെ നിൽക്കുന്നത് കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് സംശയമോ? അതല്ലേ, ഞാൻ ആ ഭാഗങ്ങളൊന്നും എടുത്തതല്ല, പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നത് കൊണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം വന്നു. സോറി, ഞാൻ നിന്നെ പിരിഞ്ഞു പോയ ഉടനെ യഹോവയുടെ ആത്മാവ് നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകും. മതി. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര സന്തോഷം അത് വായിക്കുമ്പോൾ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറ. അതാ പറഞ്ഞു, ഇപ്പം നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഞാൻ ചെന്ന് ആഹാബിനോട് എന്ന് പറയും. സ്തോത്രം. എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? യഹോവയുടെ ആത്മാവ് അവൻ നിന്നെ പിടിക്കാനായിട്ട് ആളിനെ വിടാത്ത സ്ഥലമില്ല. ആദ്യം നിങ്ങൾ വായിച്ച് പഠിച്ചാൽ മതി, ആദ്യത്തിനകത്തുണ്ട്. സ്തോത്രം. നിന്നെ അന്വേഷിച്ച് എൻ്റെ യജമാനനായ ആഹാബ് ആളിനെ വിടാത്ത ഒരിടവും ഈ ദേശത്തില്ല. ഇപ്പൊ നീ ഇവിടെ നിൽക്കുന്ന കണ്ടു. ഞാൻ ചെന്നിട്ട് എൻ്റെ രാജാവിനോട് യജമാനോട് പറയും, ഓബദ്യാവ് പറയാ, എലിയാവേ, സ്തോത്രം, അവൻ ഇവിടെ ആളിനെ വിടുമ്പോ യഹോവയുടെ ആത്മാവ് നിന്നെ എടുത്ത് പറഞ്ഞേ, ഞാൻ അറിയാത്ത സ്ഥലത്തേക്ക്, അറിയാത്ത മറ്റൊരു സ്ഥലം, കാറ്റിഷ്ടമുള്ളിടത്ത് തോന്നും. അതെവിടെ നിന്ന് വരുന്നുവെന്നോ പറഞ്ഞു. എവിടേക്ക് പോകുന്നു? ആത്മാവിനെ ജനിച്ചവനെ തമ്പുരാൻ ഒരു കാറ്റ് പോലെ ഉപയോഗിക്കും. സ്തോത്രം. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരാം. ഉണ്ടോ അങ്ങനെ? സ്തോത്രം. അല്ലേ? നീ ഗസയ്ക്കുള്ള നിർജ്ജനദേശത്തേക്ക് പോണം. ആരാ? ഫിലിപ്പോസ്. സ്തോത്രം. ഫിലിപ്പോസിനോട് പറഞ്ഞു, എവിടെ പോണം? ഗസയ്ക്കുള്ള, അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലാ, ഗസയ്ക്കുള്ള നിർജ്ജനദേശത്തോട്ട് പോക്കോ. നിർജ്ജനം എന്ന് വെച്ചാൽ ജനവാസമില്ലാത്തടത്ത്. ഒന്നും ചോദിച്ചില്ല, ഗൂഗിൾ മാപ്പ് ഇട്ട് തരാൻ ഒന്നും പറഞ്ഞില്ല. സ്തോത്രം. ഒറ്റ പോക്കാ നിർജ്ജനദേശത്തേക്ക്. അവിടെ ചെന്ന് ഞാൻ അതൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കണമേ. സ്തോത്രം. കന്തക്കെ നൈത്തോപ്പിരാജ്ഞിയുടെ ഷണ്ണൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ ഷണ്ണനെ പൊരുള് തിരിച്ചു കൊടുത്ത്, വചനം തേരിനകത്തിരുന്നു കൊണ്ട് പൊരുള് തിരിച്ചു കൊടുത്ത് വെള്ളമുള്ള ഒരു സ്ഥലത്ത് വന്നപ്പോ അവൻ പറഞ്ഞു, അല്ലെ, തേര് നിർത്താൻ കൽപ്പിച്ചു, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽപ്പെടുന്നു, നിനക്കെന്തോ വിരോധം? സ്നാനപ്പെടണമെന്ന് ഉപദേശിയാ സാധാരണ പറയുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പറയുവാ, സ്തോത്രം, ഞാൻ സ്നാനപ്പെടുന്നത്, നിനക്കെന്തോ വിരോധം? ഉടനെ അവൻ പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്ന ആകാം. അപ്പൊ ആർക്കാണ് സ്നാനം? അതുകൂടെ പറഞ്ഞേ. സ്തോത്രം. അത് ശിശുക്കൾക്കുള്ളതല്ല, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് സ്നാനം. സ്തോത്രം. അപ്പൊ ഇരുവരും വെള്ളത്തിലിറങ്ങി. മന്ത്രി ഇറങ്ങി, സ്തോത്രം, ഫിലിപ്പോസ് ഇറങ്ങി. ഷണ്ണൻ മന്ത്രിയാ. മന്ത്രി ഇറങ്ങി, ഫിലിപ്പോസ്, ഇരുവരും വെള്ളത്തിലിറങ്ങി. സ്തോത്രം. മന്ത്രി എലിയാന്ന് അവിടെ ഇരുന്നിട്ട് വെള്ളം കൊണ്ടുവന്ന് തളിക്കാൻ ഒന്നും പറഞ്ഞില്ല. ഇരുവരും വെള്ളത്തിലിറങ്ങി. ഫിലിപ്പോസ് എന്ന ഉപദേശി ഷണ്ണനെ എന്ത് ചെയ്തു? പറഞ്ഞേ, സ്നാനപ്പെടുത്തി. ഇരുവരും വെള്ളത്തിൽ നിന്ന്
കയറി. അടുത്ത വാക്യം, കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഫിലിപ്പോസിന് കാറ്റിഷ്ടമുള്ളിടത്ത് ഊതും. അതെവിടെ നിന്ന് വരുന്നു എന്നോ ഒന്ന് പറ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ആത്മാവിനാ ജനിച്ചവനെ തമ്പുരാൻ ഒരു കാറ്റ് പോലെ കൊണ്ട് നടക്കും. ഇന്നിപ്പോ ഇവിടെ നിന്ന് ഓടനാവട്ടത്തെ ശുശ്രൂഷിച്ചാൽ നാളെ മറ്റൊരു രാജ്യത്തായിരിക്കും. ഇവിടെ സ്റ്റേജിൽ നിന്ന് പാടിയാൽ മറ്റൊരു ദേശത്തേക്കായിരിക്കും. എന്ന് വെച്ചാൽ അഭിഷേകമുള്ളവനെ തമ്പുരാൻ കൊണ്ട് നടന്ന് ശുശ്രൂഷിപ്പിക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാം. ഹല്ലേലൂയ. അഭിഷേകമുള്ളവനെ അവന്റെ വഴിയെ തടയാൻ ആർക്കും പറ്റത്തില്ല. അതിനെ കാറ്റിനോട് സ്വർഗം ഉപമിപ്പിച്ചെങ്കിൽ ഏലിയാവ് ഒരു കൊടുങ്കാറ്റായിരുന്നു. വെള്ളമായിരുന്നെങ്കിൽ വെള്ളം ഇങ്ങനെ ഇപ്പൊ ഞങ്ങൾ മാവേലിക്കര ഇങ്ങോട്ട് ഒഴുകി 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 വന്ന് അല്ലേലിയ ഇവിടെ കൊട്ടാരക്കര വരുമ്പോ വേണ്ട ദിവസം മാറ്റി അങ്ങ് വിടായിരുന്നു. വെള്ളമല്ലയോ, ഒരു വഴി വെട്ടിക്കൊടുത്ത്. പക്ഷെ കാറ്റിനെ തടയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇങ്ങനെ ഇവിടുന്ന് ഒടിച്ചൊടിച്ചൊടിച്ച് അങ്ങ് പോയി അങ്ങ് തമിഴ്നാട്ടിൽ ചെന്ന് ചെക്ക് പോസ്റ്റിന്റെ അവിടെ ചെല്ലുമ്പോ തടഞ്ഞു വെക്കോ കാറ്റിനെ? തടയാൻ പറ്റാത്ത ശുശ്രൂഷ. അർത്ഥം ഒരുത്തനും തടയാൻ പറ്റത്തില്ല. അഭിഷേകമുള്ളവനെ തടയാൻ പറ്റത്തില്ല. ആരാധിക്കുന്നവനെ തടയാൻ പറ്റത്തില്ല. ദൈവിക വാഗ്ദത്തം ലഭിച്ചവനെ തടയാൻ പറ്റത്തില്ല. അവന്റെ ശുശ്രൂഷ ഇല്ലാതാക്കാൻ ഉയരത്തിലെ ശക്തി പ്രാപിച്ച ദൈവവേദനെ നിന്നിലുള്ള അഭിഷേകത്തെ കെടുത്തി കളയാൻ ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല. ഈ അഭിഷേകം നമ്മുടെ മേൽ വന്നാൽ നമ്മൾ ആളുമാറും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് വന്ന ഉപദേശിമാരെന്റെ കിടക്കയ്ക്ക് ചുറ്റും നിന്ന് വീട്ടിലേക്ക് അവരെ വിളിച്ചുകൊണ്ടുവന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞത്, സ്തോത്രം, ഇവളെ ഇവിടുന്ന് എഴുന്നേപ്പിച്ചില്ലെങ്കിൽ സ്തോത്രം എല്ലാവരും ഉപേക്ഷിക്കും. കാശി ക്ഷേത്രത്തിലെ തീർത്ഥം ഗ്ലാസിനകത്ത് ഒഴിച്ച് തുളസിത്തണ്ടേ മുക്കി ചുണ്ടത്ത് വെച്ച് വന്നുകൊണ്ടിരിക്കുക. ആത്മാവിന് മോശം കിട്ടാൻ മരണം കാത്തു കിടക്കുന്ന എനിക്ക് ചുറ്റും അഭിഷിക്തന്മാർ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ആത്മനിറവി സ്തോത്രം ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. എന്നോടൊപ്പം വന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിച്ചു, 3 പേര് എന്നോടൊപ്പം വന്നിട്ടുണ്ട്. എനിക്ക് 88 വയസ്സുള്ളൊരു അമ്മയുണ്ട്. ഇപ്പോൾ ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യോഗം കഴിയുമ്പോൾ ഞങ്ങൾ വിളിക്കും, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേൾക്കണ, കണ്ണ് പ്രഷർ കൂടി ഗ്ലൂക്കോമയായിട്ട് കൃഷ്ണമണി ഏതാ മറ്റു ഭാഗങ്ങളേതെന്ന് കാണാൻ വയ്യാത്ത രീതിയിൽ ഞാൻ ഒത്തിരി സാക്ഷിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയുന്നില്ല. സ്തോത്ര ഹല്ലേലൂയ. മണിക്കൂറുകൾക്കുള്ളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കണ്ണെടുത്ത് കളയണമെന്ന് പറഞ്ഞതാ. ഒരു രാത്രി വരെ 10:30 മുതൽ വെളുപ്പിനെ 3:30 വരെ സ്തോത്രം പറഞ്ഞതിന്റെ പരിണിത ഫലം ഇന്ന് ഇവരോട് ചോദ്യം. സ്തോത്രം. ആ കണ്ണ് വെച്ച ബൈബിള് വായിക്കുന്നത് 88-ാമത്തെ വയസ്സിൽ. സ്തോത്രം. ഹല്ലേലൂയ. വീണു. സ്തോത്രം. ഞാൻ അമേരിക്കയിലെ കോൺഫറൻസ് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് തമിഴ്നാട്ടിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പോകാൻ നേരം രാവിലെ ദൈവാത്മാവിനോട് സംസാരിച്ചു. സ്തോത്രം. അല്ലെങ്കിൽ അമ്മയ്ക്കൊരു പ്രയാസമുണ്ടാവും, നമുക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. സ്തോത്രം. ഞാൻ ഞങ്ങളുടെ ദേവദാസനോട് പറഞ്ഞു, പാസ്റ്റങ്ങളെ എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ പറഞ്ഞു, അവിടുത്തെ ശുശ്രൂഷയാ വലുത്. സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, ദൈവം എന്നെ ഇങ്ങനെ കാണിച്ചു. സ്തോത്രം. എല്ലാ വിഷയങ്ങളും പരിശുദ്ധാത്മാ കാണിക്കും. നാളെ എന്ത് സംഭവിക്കണം ദൈവാത്മാവ് വെളിപ്പെടുത്തും. സ്തോത്രം. പോകേണ്ടുന്ന വഴി ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞെന്ന് ചൊവ്വയുള്ള വഴി നമ്മളെ നടത്തും. സ്തോത്രം. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. ഞാൻ വിശദീകരിക്കുന്നില്ല. സ്തോത്രം. നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദൈവം ചെയ്യിച്ചാൽ നമ്മൾ ആരും സ്പെഷ്യലിസ്റ്റുകളായിട്ടല്ല, തമ്പുരാന്റെ കൃപയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. എങ്കിലും പറയാം, കൃപയാൽ. എൻ്റെ അമ്മ, സ്തോത്രം, അല്ലേലിയ, ഞങ്ങൾ പോയി അവിടെ ചെന്നു. സ്തോത്രം. കൺവെൻഷൻ കഴിഞ്ഞു. 9 പേര് സ്നാനത്തിനായി സമർപ്പിച്ചു. അനേകരെ രക്ഷിക്കപ്പെട്ടു. കൺവെൻഷൻ കഴിഞ്ഞു. സ്തോത്രം. ഞങ്ങളവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് വിളി വന്നു. സ്തോത്രം. അമ്മ വീണു, നട്ടില് 3 പൊട്ടി, അറ്റാക്കുമായി. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എന്നോടൊപ്പം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കണമോ? സ്തോത്രം. ഞങ്ങൾ വരുമ്പോൾ രാത്രി 2 മണിക്ക് കായംകുളത്ത് വരുമ്പോൾ സഞ്ജീവനിയിൽ, അവിടുന്ന് ശേഷം ബിലിവേഴ്സിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഓടി വരുമ്പോൾ, ഞാനൊരു നേഴ്സാണ്, മാവേലിക്കര ഫിലിപ്പ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. കൃപയാൽ പറയാം. സ്തോത്രം. ഞാൻ ഓടി വന്നു. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് കയറിക്കോട്ടെ. കാണാൻ പോലും സമ്മതിക്കത്തില്ല. ഒത്തിരി പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായി. സ്തോത്രം. ആരും കയറ്റി കാണിക്കുന്നില്ല. 6 മണിക്കൂറിനുള്ളിൽ അമ്മ മരിക്കുമെന്ന്. സ്തോത്രം. ഓക്സിജൻ പോലും എടുക്കുന്നില്ല. സ്തോത്രം. ഓടി വന്ന് പേപ്പർ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ തൊണ്ട കിഴിക്കണം. സ്തോത്രം. അതുകൊണ്ട് ഒപ്പിട്ട് തരണം. എന്താണെന്ന് പോലും അറിയത്തില്ല. സ്തോത്രം. പാറശാലയിൽ നിന്ന് ഓടി വരുന്ന വരവാ. സ്തോത്രം. 9:30 എവിടുന്ന് ഇറങ്ങിയതാ.
വെളുപ്പാക്കാലത്ത് ഇവിടെ വന്നിട്ട് സ്തോത്രം ഹല്ലേലൂയ ആ ഒരു വേദനയോടെ നിൽക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു നട്ടെല്ല് 3 പൊട്ടി, അറ്റാക്ക് വായി, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങളുടെ ദൈവദാസൻ വെളിയിലോട്ട് പോയി നിന്ന് സെക്യൂരിറ്റി നിൽക്കുന്നതിന്റെ വെളിയിൽ പോയി ഉയരത്തിലേക്ക് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അല്ലേ, ഒടിഞ്ഞ അസ്ഥികളെ ഉല്ലസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ അമ്മയെ തിരിച്ചറക്കണമെന്ന്. അല്ലേ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ഡോക്ടറോട് എന്ന് പറഞ്ഞു. സ്തോത്രം. അല്ലേ, ഞങ്ങൾ പറഞ്ഞു വെളിയിലോട്ടൊന്ന് തരണം, ഞങ്ങളുടെ അമ്മയ്ക്ക് ഞങ്ങളെ കണ്ടു കഴിയുമ്പോൾ സമാധാനമാകും. അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ സൗഖ്യമാകുമെന്ന്. ഡോക്ടർ പോലും അല്ലെങ്കിൽ ചിരിച്ചു പോയി. കൃപയാൽ ചില നിമിഷങ്ങൾക്കുള്ളിൽ അമ്മയെ വാർഡിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ അധിക സമയം ഓക്സിജൻ വെച്ചുകൊണ്ട് ഇരിക്കേണ്ടി വന്നിട്ടില്ല. ആ നട്ടെല്ല് കൊണ്ടാണ് ഇന്ന് നടക്കുന്നത്. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ അമ്മ എപ്പോഴും സ്തോത്രം പറയുന്ന അമ്മയാ. പുസ്തകം നെഞ്ചോട് വെച്ച് സ്തോത്രം പറയുന്ന അമ്മയായി ദൈവം മാറ്റി. രാമമന്ത്രം മാത്രം ജപിച്ചുകൊണ്ട് നമ്മയെ സ്തോത്രം പറയുന്ന അമ്മയാക്കിയെങ്കിൽ സ്തോത്രത്തിന്റെ വില ഞങ്ങൾക്ക് നല്ലതായിട്ടറിയാം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ കായിക ബലം കൊണ്ട് ഇവിടെ ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല, കഴിവ് കൊണ്ട് ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല, സാമർഥ്യം കൊണ്ട് ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല, മിടുക്ക് കൊണ്ട് ഒരുത്തനും രക്ഷപ്പെട്ടിട്ടില്ല, ബുദ്ധി കൊണ്ട് ഒരുത്തനും രക്ഷപ്പെട്ടില്ല. ദൈവശക്തി ദൈവശക്തി അകത്ത് വന്നാൽ, ദൈവശക്തി വന്നാൽ, ദൈവശക്തി വന്നാൽ നീ ആള് മാറും. തടയാൻ പറ്റത്തില്ല. എടാ, ദൈവം തെരഞ്ഞെടുത്തവനെ ആർക്കാ തടയാൻ പറ്റുന്നത്? ഞാൻ എൻ്റെ ജനത്തിന്റെ നിലവിളി കേട്ടു, അവരുടെ കണ്ണുനീർ അധികാരത്തോടെ മോശം അങ്ങോട്ട് പറഞ്ഞു വിട്ടു, അടയാളങ്ങളൊക്കെ ചെയ്തു. ഒടുവിൽ ജനം പുറത്തു വന്നു. സ്തോത്രം. 10 ബാധകൾ വെച്ച് ഒന്നുപോലും തൊടാതെ ഇവരെ പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. ഇപ്പൊ ചെങ്കടലിന്റെ കരയെ വന്നിക്കുക, ആകെ പഴയ ക്ഷീണിച്ചു പോയി. മര്യാദയ്ക്ക് പറഞ്ഞു ഇവിടെ നിന്ന് ആരാധിച്ചാൽ മതിയെന്ന്. സ്തോത്രം. ഇവിടെ നിന്ന് ഇവിടെ ആരാധിച്ചാൽ മതിയെന്ന് പറഞ്ഞതാ. എവിടെ പറഞ്ഞേ? പറ്റത്തില്ല. ഹലോ, അടിമനുഖത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച, അടിമനുഖത്തിന്റെ കീഴിൽ നിന്ന് ആരാധന വെളിപ്പെടത്തില്ല. തപ്പിക്കര വെച്ച് ഉണ്ടായിരുന്നല്ലേ, അക്കരെ ചെന്നപ്പോഴല്ലേ എടുത്ത്. പ്രവചനം ഉണ്ടെങ്കിലും പാട്ടുണ്ടെങ്കിലും ആരാധനയുണ്ടെങ്കിലും വിശ്വാസമുണ്ടെങ്കിലും അടിമനുഖത്തിന്റെ കീഴിൽ കിടന്നാൽ ആരാധന വെളിപ്പെടത്തില്ല. ആരാധന വെളിപ്പെടണമെങ്കിൽ നീ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങണം. എന്നെ ആരാധിപ്പോ, എന്റെ ജനത്തെ വിട്ടയക്കോ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. സ്തോത്രം. ദൈവത്തെ ആരാധിക്കാനാ ദൈവം ജനത്തെ പുറത്തു കൊണ്ട്. ഇപ്പൊ ചെങ്കടലിന്റെ കരയിൽ വന്നു. സ്തോത്രം. പുറകെ ഫറവോനി സൈന്യം ഓടി വരികയാണ്. അവനൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ജനത്തെ ആരാധിക്കാൻ വിടരുത്. പിശാചിന്റെ ഒറ്റ കാര്യം. നമ്മളോട് പിണക്കമല്ലോ ഉണ്ടോ? ഉണ്ടോ? ഈ ആദാമിനോട് ഹവ്വായോടും പിശാചിന് വല്ല പണക്കമുണ്ടോ? പറഞ്ഞേ, ഞാൻ ഇവരോട് ചോദിക്കട്ടെ. കൊടുക്ക വാങ്ങല്ലോ ഇടപാടുകൾ വല്ലതും ഉണ്ടോ ആദാമിനോട് ഹവ്വയുടെ? ഒരു പിണക്കില്ല, ഒറ്റ പിണക്കുള്ളൂ. വെയിലാറുമ്പോൾ ഒരാൾ ഇറങ്ങി വരും. എത്ര പേര് ഗ്രഹിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. വെയിലാറുമ്പോൾ ഇവരുടെ അടുക്കലേക്ക് പറഞ്ഞേ, യഹോവയായ ആ കൂട്ടത്തിലുള്ള നടപ്പാ അവനിക്ക് ഇഷ്ടമല്ലാത്തതെന്ന്, ആ ഒന്നിച്ചുള്ള വാസമാ, ഈ ഇരിപ്പ് അവന് ഇഷ്ടമല്ലാത്ത. എത്ര പേര് ഗ്രഹിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. അവന് ആദാമിനോട് ഒരു പിണക്കവും ഇല്ല. പക്ഷെ വെയിലാറുമ്പോൾ ഒരുത്തൻ ഇറങ്ങി വരും. നിങ്ങൾ അവനുമായിട്ടുള്ള സംസർഗം എനിക്ക് ഇഷ്ടമല്ലെന്ന്, ആ ഇടപാട് എനിക്ക് ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ട് അതിനെ പൊളിക്കണം. ഇന്ന് രാത്രി വിളിച്ചു പറയാം, നീയും ദൈവമായിട്ടുള്ള ബന്ധത്തിനെതിരെയാണ് പിശാച് വെല്ലുവിളിക്കുന്നത്. അല്ല, ഞാനും നിങ്ങളും അല്ലെ ദൈവത്തോടുള്ള ആ കൂടെയുള്ള നടപ്പ്, ആ ഒരു ബന്ധം പിശാചിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് നിന്നെ വിശ്വാസത്തിനകത്ത് നിർത്താതെ വേണം. നിന്റെ വിശ്വാസ ജീവിതത്തിനെതിരെ നിന്ന് വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങളെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. നമ്മുടെ വാഗ്ദത്തങ്ങളോട് പിശാച് പോരാടുന്നു. സ്തോത്രം. ദൈവത്തെ ഭയപ്പെടുന്ന ദൈവവേദന. നമ്മൾ ആരെ ഭയപ്പെടണം? പിശാചിനെ അല്ല. പിന്നെയോ പറഞ്ഞേ, ദൈവത്തെ ഭയപ്പെടണം. സ്തോത്രം. യേശു പോലും ഈ ഭൂമിയിലായിരുന്നപ്പോ മറുപടി കിട്ടിയത് അങ്ങനെ പറഞ്ഞേ. എബ്രായ ലേഖനം 5:7 യേശു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചെന്ന്. യേശുവിന് ഉത്തരം കിട്ടിയത് എങ്ങനെയാ? പറഞ്ഞേ മക്കളെ, ശ്രദ്ധിച്ചേ. യേശുവിന് ഉത്തരം കിട്ടിയത് എങ്ങനെയാ? ഭയവും ഉണ്ടായിരുന്നു, ഭക്തിയും ഉണ്ടായിരുന്നു. അപ്പൊ യേശുവിനോട് എന്ത് വേണം? പറഞ്ഞേ. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വിഷമം. ഞാനിങ്ങനെ
ഈ പള്ളികളിലൊക്കെ ഈ ചർച്ചുകളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു ചിലരൊക്കെ ഈ ബൈബിൾ എടുത്തിട്ട് താഴെ നിലത്ത് വെച്ചിട്ട് കസേരയെ കയറി ഇരുന്നിട്ട് കാലുവാട്ടിയൊക്കെ ഇരിക്കും. എനിക്ക് ഭയങ്കര വിഷമോ ഇത് കാണുന്നു. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ഇന്ന് വചനം ഇതിനെ മാർവോടൊന്ന് ചേർത്ത് പിടിക്കുക. കസേരയെ കയറി ഇരുന്നിട്ട് കാല് വിട്ടാട്ടിട്ട് പാദത്തിൽ കൊണ്ടുവന്ന് ബൈബിൾ വെച്ചിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുത്. കസേരയുടെ സൈഡിൽ അതിരിക്കും, അല്ലെങ്കിൽ മടി വെച്ചോണം. മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ കണ്ടോ, ഹിന്ദുക്കളെ കണ്ടോ, അവർ തലയ്ക്ക് മേതിയ മതഗ്രന്ഥങ്ങൾ ഇരിക്കത്തുള്ളൂ. എന്തിനെ ആരാധിക്കും? അവർക്ക് രണ്ടാമത്തെ വിഷയം അറിഞ്ഞതിനെ അറിഞ്ഞ് ആരാധിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നറിയാം, അവരറിഞ്ഞതിനെ എന്തു ചെയ്യും? പറഞ്ഞേ, അറിഞ്ഞ് ആരാധിക്കും. സ്തോത്രം. ഭയമുണ്ട്, ഭക്തിയുണ്ട്. സ്തോത്രം. നമ്മുടെ പുസ്തകത്തിൽ പറയുന്നത് ഭക്തിയുടെ വേഷമുണ്ട് ഇവിടെ. ദൈവത്തെ ഭക്തി ഉണ്ടെങ്കിൽ ഇന്ന് കാണുന്ന പല സംഭവങ്ങളും. സ്തോത്രം. ഭയമില്ല, ദൈവത്തെ എന്തില്ല? ദൈവത്തെ ഭയമുണ്ടെങ്കിൽ സ്തോത്രം. ഇന്ന് നടക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മളിതൊന്നും വിളിച്ചു പറഞ്ഞില്ലേലും പറഞ്ഞാലും സ്തോത്രം. ഭയമുണ്ടെങ്കിൽ ഇതൊന്നും വീഡിയോ പിടിക്കത്തില്ല, ഇതൊന്നും ഷെയർ ചെയ്യത്തില്ല. സ്തോത്രം. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നറിയാം. അമ്പലത്തിലെ തിരുമേനിമാരും അവരുടെ വിശ്വാസ സമൂഹവും കൂടെ ഞങ്ങൾക്കൊക്കെ പ്രസാദം തരുമ്പോൾ തിരുമേനി സ്തോത്രം, തിരുമേനിയും വിശ്വാസിയും കൂടെ അമ്പലത്തിനകത്ത് അടിയുണ്ടായി. നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഗ്ലോറി എല്ലാം പോയി. പെന്തിക്കോസുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അനുഗ്രഹത്തിന്റെ ദൂത് കേൾക്കുമ്പോൾ ഗ്ലോറി. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, ഈ വണ്ടിയുടെ ഗ്ലാസിന്റെ ഫ്രണ്ട് ഈ വൈപ്പർ വയ്ക്കുന്ന പോലെ മഴവെള്ളം വീഴുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ. എവിടെ ഉസ്താദും അവരുടെ വിശ്വാസങ്ങളോട് അടിയുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും എന്തു ചെയ്യും? ഒന്ന് പറയുന്നേ. ഞാൻ ഇപ്പൊ നോക്കോളാം, പറഞ്ഞാട്ടെ. ഭയമില്ല ദൈവത്തെ. എന്തില്ല? ദൈവത്തെ ഭയപ്പെടണം. പിന്നെ എല്ലാവരും വിളങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? അപ്പന്മാരും അമ്മമാരും മുണ്ട് മുറുക്കി കൊടുത്ത് സ്തോത്രം പട്ടിണി കിടന്ന് ചവിട്ടുകൊണ്ട് എത്ര അമ്മച്ചിമാരാ അപ്പച്ചന്മാരുടെ ചവിട്ട് കൊണ്ടിട്ട് ആരാധനയ്ക്ക് പോയിട്ടുള്ളതെന്നറിയാം. ഞങ്ങൾക്കറിയാവുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിയാണ് എങ്ങനെയാണെന്നറിയോ? പുല്ല് പറിക്കാൻ പോകുമ്പോൾ ഈ വല്ലമുണ്ട്, കണ്ടിട്ടുണ്ടോ? ഇല്ല, ആ ഓല കൊണ്ട് ഇങ്ങനെ മെടഞ്ഞ വല്ലം, ഈ വല്ലവും കൊണ്ടാണ് പുല്ല് പറിക്കാൻ പോകുന്നത്. ഇങ്ങനെ പുല്ല് പറിക്കാൻ പോകുമ്പോൾ അപ്പച്ചനോട് പശുവിന് പുല്ല് പറിക്കാൻ പോകുമ്പോൾ അപ്പച്ചന് സന്തോഷമാണ്. എല്ലാം അതിരാവിലെ അപ്പച്ചനുള്ളതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം ഈ വല്ലം എടുക്കും. എന്നിട്ട് ഒരു തുണി എടുത്ത്, ഒരു സാരി എടുത്ത് ഇതിനകത്ത് വെച്ചേക്കും. എന്നിട്ട് ഇങ്ങനെ പറമ്പിൽ പോയിരുന്ന പുല്ല് ചെത്തുന്നതിന് അപ്പം ഇതിനകത്തിരിക്കുക കയറും അരിവാളും വല്ലും ഒക്കെ എടുത്ത് പിടിച്ചു വെച്ചോടങ്ങ് പോകും. എന്നിട്ട് എന്താണെന്നറിയാം? ആലയത്തിൻ്റെ അടുത്ത് പോയാ എന്നിട്ട് പ്രാർത്ഥന കേൾക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഡ്രസ്സ് മാറിയിട്ട് ആലയത്തിനകത്തോട്ട് വന്നിരിക്കും. 12 മണിയാകുമ്പോൾ ഇറങ്ങി ഒരൊറ്റ ഓട്ടമാണ്. കാരണം പുല്ല് എത്തിയിട്ട് എന്ത് ചെയ്യണം? 1 മണിയാകുമ്പോഴത്തേക്ക് അങ്ങനെ സ്തോത്രം പുല്ല് ചെത്താൻ ഇറങ്ങി വന്ന് അഭിഷേകം പ്രാപിച്ചു. ഒടുവിൽ വചനം കേട്ട് സ്നാനപ്പെട്ടു. സ്നാനത്തിൻ്റെ അന്ന് ഇതുപോലത്തെ സ്നാനക്കുളം ഒന്നുമില്ല. സ്തോത്രം കല്ലില്ല. ആറ്റിൻ്റെ അവിടെ കൊണ്ട് അമ്മച്ചിയെ സ്നാനപ്പെടുത്തി ആരാണ്ടി എന്ന് അപ്പച്ചനോട് പറഞ്ഞു. അമ്മച്ചി അവിടെ സ്തോത്രം വീട്ടിലോട്ട് കയറി ചെല്ലുക. പുല്ലുമൊക്കെ തലയിൽ വെച്ചോണ്ട് കയറി ചെല്ലുമ്പോൾ പറഞ്ഞു, പുല്ലവിടെ വല്ലം കമത്തിയിട്ടപ്പം നനഞ്ഞ തുണി വല്ലത്തിൻ്റെ അടിയിൽ. സ്തോത്രം. നീ പോയി മുങ്ങിയല്ലേ കലക്കവെള്ളത്തിൽ? നീ മുങ്ങിയല്ലയോ? സ്തോത്രം. സ്നാനപ്പെട്ടു. സ്തോത്രം. പറയാതിരിക്കാൻ പറ്റും. കാപ്പിക്കമ്പ കയ്യിലിരിക്കുന്നത്. സ്തോത്രം. നെടുതിലത്ര അടിയും തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, സ്തോത്രം, നീ എന്നെ കളിപ്പിച്ച് പള്ളി പോയി, പെന്തിക്കോസുകാരുടെ പോയി, നീ എന്നെ പറ്റിച്ച്. അപ്പൊ അടി കൊടുക്കുമ്പോഴെല്ലാം കുനിഞ്ഞു നിന്ന് ഈ അടി കൊള്ളുമ്പോൾ സ്തോത്രം 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 എന്ന് പറഞ്ഞ നട്ടലിന് അടി വീഴുമ്പോൾ കാപ്പിക്കൊണ്ട് അടി കൊള്ളുമ്പോഴത്തേക്ക് അപ്പച്ചന് ഒറ്റ ചോദ്യം, എടി ഇനി മേലാ നീ സ്നാനപ്പെടുവോ? അച്ചായനാണ് സത്യം, ഇനി ഒരിക്കലും ഞാൻ എന്ത് ചെയ്യത്തില്ല. ഇങ്ങനെയുള്ള ഒരുപാട് അമ്മച്ചിമാരും അപ്പച്ചന്മാരും വില കൊടുത്തത് കൊണ്ടാ ഇന്ന് സകല അച്ചായന്മാരും വളങ്ങുന്നു. സ്തോത്രം വരത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം.
ഒത്തിരി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ആരംഭ കാലത്തൊക്കെ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്നൊരു സന്തോഷമാണ്. ഈ കുറേ അമ്മച്ചിമാരുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ ചട്ടയും മുണ്ടുവിട്ട അമ്മച്ചിമാരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇവരെല്ലാം കൂടെ ആലയത്തിലോട്ട് വന്ന് രാവിലെ ഇല്ല വെള്ളരിപ്രാവുകൾ പോലെ വന്നുകൊണ്ടിരുന്ന് പല്ലില്ലാത്ത കുറേ അപ്പച്ചന്മാരുണ്ട്. സ്വോത്രം 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 സ്വോത്രം, എന്തോ ഒരു സന്തോഷമാണ്. ഇവരെ കണ്ട ഈ മക്കളും പഠിക്കുന്നത്. അവർ സ്തോത്രം പറയാൻ തുടങ്ങും. ആരും പഠിപ്പിക്കണ്ട. സ്തോത്രം നമ്മൾ എന്ത് ചെയ്യുന്നു അത് തരം വിത്തെന്ന സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യുന്നോ അത് തന്നെ ഇവർ അനുവർത്തിക്കും. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ പിതാക്കന്മാരൊക്കെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അപ്പന്മാരും അമ്മമാരും വില കൊടുത്തത് കൊണ്ടാ ഇന്ന് അനേകര് നമുക്കറിയാം. നമ്മളൊക്കെ സ്തോത്ര ഹല്ലേലൂയ സ്തോത്രം ഭക്ഷണമൊക്കെ കഴിക്കാൻ വരുമ്പോൾ നമ്മളെ ഭക്ഷണത്തിന് ക്ഷണിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ നമ്മൾ കൈ കഴുകിയിട്ടൊക്കെ വന്നിട്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഇപ്പോൾ പാസ്റ്റർ തരുമായിരിക്കും ചിലപ്പോൾ, യോഗം കഴിയുമ്പോൾ, അറിയത്തില്ല. സ്തോത്രം. അങ്ങോട്ട് നോക്കിയിട്ട് ഒരു ലക്ഷണവും കാണുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. അപ്പം മേശയ്ക്ക് ചുറ്റും ഇങ്ങനെ കസേര നമ്മൾ വന്നിരിക്കും, കൈയൊക്കെ കഴുകിയിട്ട് വന്നിരിക്കും. നല്ല വെട്ടിത്തിളങ്ങുന്ന നല്ല പാത്രത്തിനകത്ത് ചോറും കറികളും എല്ലാം ഇങ്ങനെ വന്നി നമ്മൾ ഇതായി പ്ലേറ്റിനകത്തോട്ട് എടുത്തിട്ട് നമ്മൾ കഴിക്കും. പക്ഷെ ഈ വെട്ടിത്തിളങ്ങുന്ന പാത്രത്തിനകത്ത് നല്ല നല്ല ചോറും കറികളും ഒക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നു. പക്ഷേ സ്തോത്രം, ഇത് ഈ മേശപ്പുറത്ത് വരുന്നതിന് മുമ്പ് അകത്തളത്തിൽ കരി പിടിച്ച ചില പാത്രങ്ങളുണ്ട്. ഇതിവിടെ വരണമെങ്കിൽ ചൂട് പിടിച്ച കുറെ പാത്രങ്ങളുണ്ട്, വെന്തുരുങ്ങിയ ചില പാത്രങ്ങളുണ്ട്, കരിഞ്ഞുപോയ ചില പാത്രങ്ങളുണ്ട്. ഇന്ന് രാത്രി വിളിച്ചു പറയാം, പിതാക്കന്മാർ കൊടുത്ത വിലയാ, സ്തോത്രത്തിന്റെ ശക്തിയാ, ആരാധനയുടെ മഹത്വമാ. അവർക്ക് അക്ഷരാഭ്യാസമില്ലെങ്കിലും നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞ അപ്പാ യേശുവേ കർത്താവേ ഞങ്ങളുടെ തലമുറകളെ ആദരിക്കണമേ. ഇന്ന് ക്രിസ്തീയ സമൂഹത്തിന്റെ നിലനിൽപ്പ് എന്താണെന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ കൊടുത്ത വിലയാ. അക്ഷരാഭ്യാസമില്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ ബൈബിളിനെ കുറിച്ച് വലിയ അറിവില്ലെങ്കിലും അവർ നിലവിളിച്ച് കർത്താവേ അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലോ. ഓ ഹല്ലേലൂയ. തലമുറകളെ ദൈവം ആദരിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? എന്നാൽ ഇന്നെന്താ സംഭവിച്ചത്? അന്നവർക്ക് ഭയമുണ്ടായിരുന്നു, ഭക്തി ഉണ്ടായിരുന്നു. ഇന്നെന്തില്ല പറഞ്ഞേ? ഒന്ന് രണ്ട് വേദഭാഗം കൂടെ വായിക്കാം. ആവർത്തന പുസ്തകം എന്നെടുത്താട്ട് 10:12-13 വാക്യം ഒന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം സ്തോത്രം 10:12-13 വാക്യം. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സേവിക്കുകയും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? മതി. താങ്ക് യു. സ്തോത്ര ഹല്ലേലൂയ. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ എന്ത് ചെയ്യണം? ഭയപ്പെടും. പറഞ്ഞു ഒന്ന്, ഭയപ്പെടണം. ദൈവത്തെ എന്ത് വേണം? ഭയപ്പെടണം. ശത്രു എത്ര ശക്തനായാലും നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ ദൈവം ആരാണ്? സർവശക്തനായ ദൈവമാ. പ്രൈസ്. നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ പുറകെ വന്ന് നിന്നുകൊണ്ട് ഫറവോന് അവൻ പറയാം, മര്യാദയ്ക്ക് അവിടെ നിന്ന് ആരാധിക്കാൻ പറഞ്ഞതാ. കേട്ടില്ല. ഞങ്ങൾക്ക് മരുഭൂമി പോയി ആരാധിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, പുരുഷന്മാർ മാത്രം പോട്ടെ, പറ്റത്തില്ല. പിന്നെ സ്ത്രീകളും കുടുംബമായിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ വന്ന് നിൽക്കുന്നു, വല്ല വഴിയുണ്ടോ മുമ്പില്? ഹലോ, ഫറവോൻ വന്ന് ചോദിക്കും, വല്ല വഴിയും ഉണ്ടോ ഇപ്പൊ മുമ്പില്? മുമ്പിൽ ഒരു വഴിയില്ല. കാരണം ചെങ്കടൽ. ഇറങ്ങിയവന്റെ മുമ്പിൽ എന്താ? ചെങ്കടൽ. ഇരുപുറവും പർവ്വത നിരകൾ. പുറകിൽ നിന്നുകൊണ്ട് ഫറവോനെ ശക്തി വിളിച്ചു പറയാം. അവൻ എന്താ പറഞ്ഞുകൊണ്ട് വന്നേ? ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ ഇവരാൽ പൂർത്തിയാകും. പുറകെ പറഞ്ഞുകൊണ്ട് വന്ന് ചെങ്കടലിന്റെ കരയിൽ വന്നപ്പോ പറഞ്ഞു, കണ്ടോടാ, മര്യാദയ്ക്ക് അവിടെ നിന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാകുമായിരുന്നു. ഹലോ, അവിടെ നിന്നപ്പോ നിന്റെ മുമ്പിൽ വഴി അടഞ്ഞില്ലല്ലോ, അവിടെ നിന്നപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഇറങ്ങിയപ്പോഴല്ലയോ പ്രശ്നം ഉണ്ടായത്. ഇറങ്ങിയപ്പോ നിനക്ക് ഒരു വഴിയില്ലല്ലോ, നിന്റെ മുമ്പിൽ ഒരു വഴിയില്ല, നീ പെരുവഴിയിലായെന്ന്. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം,
അല്ല, ദൈവം നിന്നെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, ദൈവമാണ് പുറത്തു കൊണ്ടുവന്നെങ്കിൽ നീ പെരുവഴിയിലാകത്തില്ല. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഒരു ശത്രുവിനും നിന്റെ വഴി അടയ്ക്കാൻ പറ്റത്തില്ല. ഒരന്ധകാര ശക്തിക്ക് നിന്റെ വഴി അടയ്ക്കാൻ പറ്റത്തില്ല. ആർക്കും നിന്നെ തടയാൻ പറ്റത്തില്ല. ആർക്കും നിന്നെ തകർത്തു കളയാൻ പറ്റത്തില്ല. ഹോ റീഖാറാബാസേ റംശനാധി കലോറിയം ശസ്തമാനദികൾ ഖനാദിഗനഗസിയാം. നിന്റെ മുമ്പിലുള്ള വഴിയെ ശത്രുവിന് കാണാൻ പറ്റത്തില്ല. മക്കളെ, നിങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തില് ദൈവമേ എനിക്കൊരു ജോലിയില്ലല്ലോ, എന്റെ വിദ്യാഭ്യാസം എങ്ങനെ പൂർത്തീകരിക്കും എന്നൊക്കെ നിങ്ങൾ ഭാരപ്പെടുമ്പോൾ, മുമ്പിലൊരു വഴിയില്ലാതിരിക്കുമ്പോൾ ആത്മാവിലൊരു ദൂത് വിളിച്ചു പറയാം, പുറകിൽ നിന്നോണ്ട് പിൻപറ്റി വരുന്ന ശത്രു പറയുന്നുണ്ട് നിന്റെ മുമ്പിൽ വഴിയില്ലെന്ന്. നിനക്കൊരു നല്ല ജോലിയുണ്ടോ? പിശാചി ചോദിക്കുക. നീ പഠിച്ചിട്ട് നിനക്കൊരു ജോലി കിട്ടിയോ? നിന്റെ വിദ്യാഭ്യാസം നിനക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ ശുശ്രൂഷയിൽ നീ ഇറങ്ങി തിരിച്ചിട്ട് ശുശ്രൂഷയിൽ നിനക്ക് ശോഭിക്കാൻ പറ്റുന്നുണ്ടോ? നിനക്കൊന്ന് ആത്മാവ് കയറി വരാൻ പറ്റുന്നുണ്ടോ? നീ കുടുംബം വിട്ട് ചാർച്ചക്കാരെ വിട്ട് ഇറങ്ങി തിരിച്ചിട്ട് ഒരു വഴിയില്ലാതെ പെരുവഴി നിൽക്കുകയല്ലയോ? 1000 ചോദ്യങ്ങളാ പുറകിൽ. ഫറവോൻ വിളിച്ചു പറയടാ, മുന്നിലൊരു വഴി ഇല്ല. ഇത് നിന്റെ ഫിനിഷിംഗ് പോയിന്റാ. കാരണം ഞാൻ നിന്നെ തീർക്കാൻ പോവാ. സ്തോത്രം. എന്നിട്ട് പറയാ, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, പുറകിൽ ഞങ്ങളുണ്ട്. സ്തോത്രം. കുതിരയുമൊക്കെ ആയിട്ട് വന്നേക്കുവാ. സ്തോത്രം. വലിയ സൈന്യമാണ്. ഇനി ഒരു രക്ഷയില്ല. ജനമാകെ നിലവിളിക്കുക. ഉടനെ അല്ലെങ്കിൽ മോശ മുകളിലേക്കൊന്ന് നോക്കി തമ്പുരാൻ പറഞ്ഞു, എന്തിനാ നീ പേടിക്കുന്നത്? എടാ, പ്രശ്നം മുമ്പിൽ വരുന്നതിന് മുമ്പ് അതിനെ അതിജീവിക്കാനുള്ള വഴി നിന്റെ കൈ തന്നില്ലയോ? ഇന്ന് രാത്രി വിളിച്ചു പറയാം, പ്രശ്നം ചെങ്കടൽ വരുന്നതിന് മുമ്പ് വിഭാഗിക്കാൻ ഒരു വഴി തന്നിരിക്കും. വിശ്വസിക്കുന്നുണ്ടോ? അല്ലേ? ശത്രു പറഞ്ഞത് നിന്റെ ഫിനിഷിംഗ് പോയിന്റാ. തമ്പുരാൻ പറഞ്ഞ, എടാ നിന്റെ ഫിനിഷിംഗ് പോയിന്റാ, ഇവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാ. ഓ, നിന്റെ ഫിനിഷിംഗ് പോയിന്റാ ഇത്. ഇറങ്ങി തിരിച്ചവനെ വിധിക്കാൻ നീ ആരാ? ഇറങ്ങി തിരിച്ചവന്റെ മുമ്പിൽ ഞാൻ ഒരുക്കുന്ന വഴിയെ തടയാൻ നിനക്ക് പറ്റുമോ? മക്കളെ, നിങ്ങളുടെ മുമ്പിലുള്ള വഴിയെ തടയാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കാൻ. നിന്റെ മുമ്പിലുള്ള ശുശ്രൂഷയെ ഇല്ലാതാക്കാൻ അഭിഷിക്കരേ, ദൈവം തെരഞ്ഞെടുത്ത ദൈവഭക്തരോട് ഞാൻ പറയാം, നിന്റെ ശുശ്രൂഷയെ ഇല്ലാതാക്കാൻ ഒരു പർവ്വന്യ മണ്ഡലത്തിന് കഴിയത്തില്ലെന്നേ. ഓ, നിന്റെ വിദ്യാഭ്യാസത്തെ തടയാൻ, നിന്റെ ഭാവിയെ തടയാൻ, നിന്റെ ജോലിയെ തടയാൻ ഇറങ്ങി തിരിച്ച നീ ലക്ഷിക്കത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? ശത്രു പറഞ്ഞു നിന്റെ ഫിനിഷിംഗ് പോയിന്റ്. തമ്പുരാൻ പറഞ്ഞു നിന്റെ ഫിനിഷിംഗ് പോയിന്റ്, അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ശത്രു പറഞ്ഞു നിന്റെ ഒടുക്കമാ. തമ്പുരാൻ പറഞ്ഞു നിന്റെ ഒടുക്കമാ, അവന്റെ തുടക്കമായത്. ഇറങ്ങിയവന്റെ തുടക്കമാ. കാണാം, നീ അറിയാത്ത ഒരു വഴി ഇറങ്ങി തിരിച്ച് എന്റെ പൈതലിന് മുമ്പ് ഞാൻ തുറക്കുവാന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ആരും കാണാത്ത വഴി നിന്റെ ജീവിതത്തിൽ ദൈവം തുറക്കും. ഹല്ലേലൂയ. ശത്രു അടച്ച വഴി, ഹല്ലേലൂയ, അടഞ്ഞെന്ന് പറയുന്ന വഴി, ശത്രുവിന് വഴി അടയ്ക്കാൻ പറ്റത്തില്ല. അടഞ്ഞെന്ന് പറയുന്ന വഴിയെ സർവശക്തൻ നിന്റെ മുമ്പിൽ തുറന്നു തരുമെന്നൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവവേദനേ, നിന്റെ മുമ്പിലുള്ള വഴിയെ തടയാൻ, നിന്റെ ഭാവിയെ തടയാൻ, നിന്റെ വിദ്യാഭ്യാസത്തെ തടയാൻ, നിന്റെ ജോലിയെ തടയാൻ, നിനക്ക് ദൈവത്തിന് ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, വിടുതലുകളെ തടയാൻ ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല, ഒരാഭിചാര ശക്തിക്കും കഴിയത്തില്ല, ഒരു പൈശാചിക മണ്ഡലം കഴിയില്ല. ദൈവത്തെ ഭയപ്പെടുക. എല്ലാത്തിന്റെ സാരം കേൾക്കുക. എന്തോ വേണം? ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണം. 96 സങ്കീർത്തനം എടുത്താട്ട് 4 വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ആ സകല ദേവന്മാരെക്കാളും പറഞ്ഞേ. വേദപുസ്തകം പറഞ്ഞു ദേവന്മാർ ഒത്തിരിയുണ്ട്, പക്ഷെ ദൈവം ഒരുവനേ ഉള്ളൂ. യഹോവ, ആ സ്തോത്രം, യഹോവ വലിയവനും, വായിച്ചേ, ആ സകല ദേവന്മാരെക്കാളും. ഓ, ഭയപ്പെടുവാൻ പറഞ്ഞേ, ഭയപ്പെടാൻ യോഗ്യൻ ഒരാളേ ഉള്ളൂ. സ്തോത്രം. ഭയപ്പെടുവാൻ യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ.
സ്തോത്രം. ഹല്ലേലൂയ. സകല ദേവന്മാരിലും ഭയപ്പെടുവാൻ യോഗ്യനായ ഒരുവനേ ഉള്ളൂ. ആ ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. കരം തട്ടി ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. എത്ര സ്തുതിച്ചാൽ മതിയാകും? അല്ലെ, ഭയപ്പെടുവാൻ യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ, മഹത്വത്തിന് യോഗ്യൻ, അവ യോഗ്യനായ ക്രിസ്തു. ഒന്ന് പത്രോസ് 1:14-15 വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. 1 പത്രോസ് 1:14-15 വാക്യം. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്ത് എല്ലാ നടപ്പിലും നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞേ, വിശുദ്ധരായിരിക്കണം. സ്തോത്രം. അപ്പം നാം ദൈവത്തെ ഭയപ്പെടുക മാത്രമല്ല, അവന്റെ എല്ലാ വഴികളിലും നമ്മൾ എന്ത് ചെയ്യണം? എന്റെ 11-12 വാക്യം ഒന്ന് വായിച്ചേ. അവരിലുള്ള ക്രിസ്തുവിൽ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ. ശ്രദ്ധിക്കണം, ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ഒരൊറ്റ കാര്യമുള്ള എന്താണെന്നറിയോ? സ്തോത്രം. സുവിശേഷം അറിയും. സ്തോത്രം. നമ്മുടെ ഈ ലോക ചർച്ചിലേക്ക് സ്തോത്രം. ഇപ്പോൾ ഉപവാസ പ്രാർത്ഥന 7 ദിവസമായുള്ളൂ. അടുത്ത ദിവസങ്ങളൊക്കെ ശക്തരായ, എനിക്കറിയില്ല ആരൊക്കെയാണ് വരുന്നത്, പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, ഒരു വ്യക്തിയെങ്കിലും, ഞാൻ എപ്പോഴും പറയണ്ട, അനേകര് കറ്റക്കൂമ്പാരമായിട്ട് നിൽക്കുമ്പോൾ ഒരു കതിർമണിയുമായിട്ടെങ്കിലും പോയി നിൽക്കണ്ടേ? ഒരാത്മാവിന്റെ വില പറഞ്ഞേ മക്കളെ. സ്തോത്രം. എനിക്കുണ്ട് നിങ്ങളെപ്പോൾ ഒരു മോൻ. സ്തോത്രം. അല്ലേ, അവൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കണം. സ്തോത്രം. മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? ഞങ്ങളുടെ കൂടെ കൊച്ചു പിള്ളേരുണ്ട്, ഞങ്ങളുടെ കൂടെ. സ്തോത്രം. ഹല്ലേലൂയ. ആദി എന്ന് പറയുന്നൊരു മോനുണ്ട്. കേൾക്കണോ? ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഇപ്പൊ രക്ഷിക്കപ്പെട്ടു വന്നതാ. അവർക്ക് ക്രിസ്തുവിനെ അറിയത്തില്ലേ. ക്രിസ്ത്യാനികളില്ലാത്ത ഒരു ദേശമാണ്. ആ ദേശത്ത് നിന്ന് രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? കോവിഡ് കാലത്ത് സ്തോത്രം മൊബൈൽ ഉപയോഗിച്ച് ഇങ്ങനെ പാട്ടുകൾ കേട്ടത് ഞാൻ നീക്കി വിട്ടപ്പോൾ പ്രസംഗങ്ങൾ കേട്ടു. പ്രസംഗം കേട്ടിട്ട് 17 വയസ്സുകാരൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. സ്തോത്രം. അവൻ്റെ ഇളയത് സ്തോത്രം 8 വയസ്സുകാരൻ. അവൻ്റെ പാട്ടൊക്കെ ഒന്ന് കേൾക്കണം. സ്തോത്രം. ഒരു പാട്ടൊക്കെ ഞങ്ങൾ എന്തെങ്കിലും പാടാൻ മത്സരം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഒരു 15 മിനിറ്റ് മുമ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ അറിയത്തില്ല, അപ്പൻ യേശുവിനെ അറിയത്തില്ല, അമ്മയ്ക്ക് യേശുവിനെ അറിയത്തില്ല, വല്യപ്പച്ചന്മാർക്കും വല്യമ്മച്ചന്മാർക്കും ദേശത്തിനും യേശുവിനെ അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. പഠിക്കുന്ന സ്കൂൾ മുഴുവൻ ഹിന്ദുക്കൾ നിറഞ്ഞ സ്കൂള്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, നിനക്ക് ആരാകണമെന്ന് ചോദിച്ചു. എനിക്കൊരു കർത്തൃദാസനാകണം. ഒരു ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചാൽ, അതിനേക്കാൾ വലിയ ഉദ്യോഗം ഭൂമിയിലില്ലെന്ന്. സ്തോത്രം. 8 വയസ്സുകാരൻ അത് പറയണമെങ്കിൽ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾക്ക് കിട്ടുന്ന ഇന്റർവെൽ സമയങ്ങളിൽ നിങ്ങൾക്ക് അവരോട് യേശുവിനെ കുറിച്ച് പറയാൻ പറ്റും. ഇതൊരു മതം മാറ്റമല്ല, യഥാർത്ഥ സമാധാനം തരുന്ന ഒരു ദൈവം. സ്തോത്രം. അല്ലേ, നിങ്ങളെ രക്ഷിച്ച ശ്രീ യേശുനാഥനെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്താനായിട്ട് കഴിയും. സ്തോത്രം. അവരുടെയൊക്കെ മുമ്പിൽ മാതൃകയുള്ള ജയജീവിതം നയിക്കണം. ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ അവർക്കൊപ്പം എന്ത് ചെയ്യരുത്? വൃക്ഷങ്ങൾ രാജാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ മുന്തിരിച്ചെടി പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ, എന്നിലുള്ള രസം വിട്ടിട്ട് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ ആടാൻ വരുമോ? മനസ്സിലായോല്ലോ? ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. മുന്തിരിച്ചെടി എടുക്കുന്നുണ്ട്, നീ രാജാവാകാവോ? എന്നിലുള്ള രസം വിട്ടിട്ട്, നമ്മളിലുള്ള ദൈവകൃപ വിട്ടിട്ട്. എനിക്ക് കുഞ്ഞുങ്ങളെ കാണുന്ന ഒത്തിരി ഇഷ്ടമാണ്. നമ്മളിലുള്ള ദൈവകൃപ വിട്ടിട്ട് മറ്റൊന്നിലേക്കും പോകല്ലേ. യോസഫിനെ ശാസിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? പറ, ഉണ്ടോ? അന്യദേശത്താ ഇപ്പം. നിങ്ങൾ നോക്കാം, അപ്പൻ കൂടെയില്ല, അമ്മ കൂടെയില്ല, ചേട്ടന്മാരാരും കൂടെയില്ല, ആരും കാണത്തുമില്ല.
പാപത്തിനുള്ള അവസരം മുന്നിൽ വന്നപ്പോൾ അതിനെ വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് ഓടി മാറുന്ന തലമുറയായി യോസഫ് മാറിയത് കൊണ്ട് നിമിഷ നേരം കൊണ്ട് അവന്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി അവനെ രാജകീയ വസ്ത്രം ധരിപ്പിച്ച് രാജ്യത്തിൽ രണ്ടാമനായി വാഴിക്കാൻ മന്ത്രിപദത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ വിശ്വസ്തയോടെ നിന്നാൽ, വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ, ദൈവത്തെ ഭയപ്പെട്ടാൽ മോനെ ദൈവം ആദരിക്കും. ദൈവം ആദരിക്കും മക്കളെ. ഹല്ലേലൂയ. ദൈവം ആദരിക്കും. ഈ പെട്ടകം ചുമന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങളുടെ മുമ്പിലുള്ള വഴിയെ തടയാൻ ഒരു ഫറവോന് ശക്തികൾക്ക് കഴിയത്തില്ല, ഒരു പാരമ്പര്യ ശക്തിക്ക് കഴിയത്തില്ല, ഒരു അന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. സ്തോത്രം. വലിയ പ്രതികൂലങ്ങളും കൊടുങ്കാറ്റുകളും ഒക്കെ ജീവിതത്തിൽ വന്ന അയ്യോ ഇവിടം കൊണ്ട് അവസാനിച്ചെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനൊന്നും ഇനി നെഗറ്റീവ് എന്ത് ചെയ്യരുത്. എൻ്റെ കൂട്ടുകാർക്കെല്ലാം നല്ല ജോലി കിട്ടി, അവരെല്ലാം മിടുക്കന്മാരെ മിടുക്കികളായി പഠിച്ചിട്ട് പോയി, എനിക്ക് മാത്രം എന്ത് ചെയ്യുന്നില്ല, പഠിച്ചിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇങ്ങനൊന്നും പറയും. നെഗറ്റീവ് ഇനി എന്ത് ചെയ്യരുത്. പറഞ്ഞേ കുഞ്ഞുങ്ങളോട് നെഗറ്റീവ് തുറന്നേന്നേ, നെഗറ്റീവ് എന്ത് ചെയ്താ പറയരുത്. സ്തോത്രം. നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവെങ്കിൽ ഔദാര്യമായി തരുന്ന ദൈവത്തോട് അപേക്ഷിക്കണം. കർത്താവേ എനിക്ക് ജ്ഞാനം തരണം. തന്നെത്താൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന വേദപുസ്തകം പറയുന്നത്. നമ്മളെല്ലാവരും അതിരാവിലെ വെളുപ്പിനെ ഉണരും, സ്കൂളിൽ കോളേജിലൊക്കെ പോകേണ്ടിവരില്ലേ. ഉണർന്നിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് എന്തുവാ? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആദ്യം എടുക്കുന്നത് എന്താ? പറഞ്ഞേ. എല്ലാത്തിനും കണ്ണടിച്ചു പോയിരിക്കുക. സ്തോത്രം. ആദ്യം കണ്ണ് തുറന്നാൽ അത് പാസ്റ്ററും അതെ, പാസ്റ്റമ്മയും അതെ, കൊച്ചമ്മയും അതെ, വല്യമ്മയും അതെ, എല്ലാ വിശ്വാസികളും ഏത് കുഞ്ഞുങ്ങളും. സ്തോത്രം. 98 വയസ്സുള്ള ഒരു അപ്പച്ചൻ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിക്കുക, ശ്രീലാ സിസ്റ്റർക്ക് ഫേസ്ബുക്ക് ഇല്ലല്ലയോ എന്ന്. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ നോട്ട് ബുക്ക് പോലും ശരിക്കും ഉപയോഗിച്ചിട്ടില്ല. അല്ല നോക്കിക്കേ. സ്തോത്രം. അപ്പൊ കണ്ണു തുറന്ന് ആദ്യം നമ്മൾ എടുക്കുന്നത് എന്താ? പറഞ്ഞേ മൊബൈലാ. ഈ ഉപവാസം കഴിയുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? സ്തോത്രം. എനിക്കൊരു മോനുണ്ട്, ഞാൻ അവനെ പഠിപ്പിച്ചു. മകളെ സ്തോത്രം, കണ്ണു തുറക്കുന്നുണ്ടേ. സ്തോത്രം. മൊബൈലാണ് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെയാണ് പറഞ്ഞു, എല്ലാവരും മൊബൈലാണ് എടുക്കുന്നത്. പക്ഷേ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇനി മൊബൈലല്ല. സ്തോത്രം. ബൈബിൾ എടുക്ക വെച്ചേക്കണം, ടീപ്പോയി വെച്ചേക്കണം, തൊട്ടടുത്ത് വെച്ചേക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? എഴുന്നേറ്റ ഉടനെ നിങ്ങളെന്താ കുരിഞ്ഞിരിക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്. എഴുന്നേറ്റ ഉടനെ എന്ത് ചെയ്യണം? പറമോളെ ബൈബിൾ വായിക്കണം. നമ്മുടെ അകത്തെ മനുഷ്യൻ ജീവിക്കുന്നത്, നമ്മുടെ ജീവൻ തന്നെ ബൈബിൾ വായിക്കും. ആ ഒരു തീരുമാനം എടുക്കണം ഈ ഉപവാസം കഴിയുമ്പോൾ, കേട്ടോ? ഓക്കെ ആണല്ലോ? ആരും മിണ്ടുന്നില്ല. തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലയോ? എല്ലാവരും ഒരു തീരുമാനം എടുത്തിട്ടേ പോകാം. ഉപവാസം കഴിയുന്നതിന് മുമ്പ് കർത്താവേ എനിക്കതിനുള്ള കൃപ തരണേന്ന്. സ്തോത്രം. മൊബൈൽ മാറ്റി വെക്കണം. അല്ലെ മൊബൈൽ ഇനി അടിച്ചു പോകും, അല്ലെ നോക്കിക്കോ. സ്തോത്രം. ഹല്ലേലൂയ. ബൈബിൾ വായിക്കണം. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം, കട്ടിലിൽ നിന്ന് കാലെടുത്ത് നിലത്ത് കുത്തുന്നതിന് മുമ്പ് സ്തോത്രം തന്നെത്താൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് ഇന്ന് പകൽ സ്തോത്രം എൻ്റെ എല്ലാ വഴികളിലും എൻ്റെ കർത്താവിൻ്റെ കൃപ എന്നോട് കൂടെ ഇരിക്കണം. എൻ്റെ ഗമനാഗമനങ്ങളെ സൂക്ഷിക്കണം. ഞാൻ കഴിക്കുന്ന ആഹാരം, ഉടുക്കുന്ന വസ്ത്രം, ഹല്ലേലൂയ, കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന പ്രാണവായു എല്ലാം ശുദ്ധീകരിച്ച് തരാൻ പ്രാർത്ഥിക്കണം. ഒരു ആമേൻ പറയുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ വഴികളിലും കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ പിൻപടയായി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിനെ നമുക്ക് എന്ത് ചെയ്യണ്ട? പറഞ്ഞേ. ഈ ലോകത്തിലുള്ളവന് ഒന്നും എന്ത് ചെയ്യണ്ട? ദൈവത്തെ ഭയപ്പെടുന്നവന് പറഞ്ഞേ. ആഭിചാരത്തെ എന്ത് ചെയ്യണ്ട? മന്ത്രവാദത്തെ എന്ത് ചെയ്യണ്ട? പാരമ്പര്യ രോഗത്തെ എന്ത് ചെയ്യണ്ട? പറയുന്നേ. ശാപത്തെ എന്ത് ചെയ്യണ്ട? ഒന്നിനെ ഭയപ്പെട. ദൈവത്തെ ഭയപ്പെടുന്നവന് മറ്റൊന്നിനെ ഭയപ്പെടേണ്ടെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് കീഴടങ്ങണം. അതന്നെ വേദപുസ്തകം പറയാം. നമ്മളെല്ലാം പിശാചിനോട് എതിർത്ത് നിൽക്കാൻ മിടുക്കരാ. പക്ഷെ ആദ്യം എന്താ പറയുന്നേ? പറഞ്ഞെന്ന്. സമയം കഴിഞ്ഞോ? ഇല്ലല്ലോ. പാസ്റ്റർ പറഞ്ഞു ഇന്ന് ഓൾ നൈറ്റാന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ. സ്തോത്രം. സ്തോത്രം. നിങ്ങൾ പേടിക്കണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത്. സ്തോത്രം. നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തിന് കീഴടങ്ങുന്നുള്ള വാക്യം നമ്മൾ കണ്ടിട്ടേ ഇല്ല. പിശാചിനോട്
അങ്ങനല്ല, ദൈവത്തിന് കീഴടങ്ങുന്നവന് മാത്രമേ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തിലെ ഹല്ലേലൂയ, ദൈവത്തിന് കീഴടങ്ങുന്നവന് മാത്രമേ പിശാചിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ കർത്താവ് ജയിച്ചവനാ. സ്തോത്രം. ജയിച്ച യേശുവാ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഞാൻ ജയിച്ചവനാ. ലോകത്തെ ജയിച്ചു, പിശാചിനെ ജയിച്ചു, മരണത്തെ ജയിച്ചു, പാപത്തെ, ശാപത്തെ, എല്ലാത്തിനെയും ജയിച്ചു. സ്തോത്രം. ചില പറയാറുണ്ട്, വല്യപ്പന് രോഗമോ അപ്പന് രോഗമോ ഈ രോഗം എന്നെ കൊണ്ട് പോത്തോ, അങ്ങനൊന്നും എന്ത് ചെയ്യില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാരമ്പര്യം, ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തവരായതുകൊണ്ട് ഏതെങ്കിലും ഒരു രോഗി വരുന്നുണ്ട് ഡോക്ടർ ഉടനായിട്ട് വയ്ക്കും. കുടുംബത്തിൽ ആർക്കെങ്കിലും, സ്തോത്രം, ശ്രദ്ധിക്കണം. അല്ലല്ല, ആ എല്ലാവർക്കും വന്നുകൊണ്ട് നമുക്കത് വിഷയമല്ല. പക്ഷെ ഒരു കാര്യമാ, പാരമ്പര്യ രോഗത്തിന് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവന്റെ മേൽ അധികാരമില്ല. പാരമ്പര്യ ശക്തിക്ക് നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ കഴിയത്തില്ല. വല്യപ്പന് വന്ന രോഗമൊന്നും നിന്നെ തൊടത്തില്ല. സ്തോത്രം. പാരമ്പര്യ രോഗത്തിന് എന്റെ മേൽ സ്ഥാനമില്ലെന്ന് പറ. പാരമ്പര്യ ശക്തിക്കോ പാരമ്പര്യ രോഗത്തിനോ പാരമ്പര്യ ശാപോ ഒക്കെ ഒത്തിരിയുണ്ട്. പക്ഷെ ഇതൊന്നും യേശുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ദൈവത്തിലെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവന്റെ മേൽ ആധിപത്യം ചെലുത്താൻ കഴിയത്തില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഒത്തിരി വാക്യങ്ങളൊക്കെ വായിച്ച് അല്ലെ മുന്നോട്ട് അതിനെ കൊണ്ടുപോകണമെന്നുണ്ട്. എങ്കിലും അതൊന്നും എടുക്കാതെ തന്നെ, സ്തോത്ര, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം ഒന്ന് എടുത്താട്ട്. 20-ാം അധ്യായത്തിൽ, സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം, സ്തോത്രം, 19-ാം വാക്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. മതി. സ്തോത്രം. ആഴ്ചവട്ടത്തിന്റെ പറഞ്ഞേ. ആ ദിവസം എപ്പോഴായിരുന്നു? നേരം, ഹലോ, നേരം വൈകിയപ്പോൾ എവിടെ ചെന്നു? ശിഷ്യന്മാർ ആരെ പേടിച്ചു? ഭരണകൂടത്തെ പേടിച്ച്, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് അകത്തിരിക്കുമ്പോൾ യേശു അവരുടെ നടുക്ക് ചെന്നു. ശ്രദ്ധിക്കണം. നേരം വൈകിയ സമയത്ത്. 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ശ്രദ്ധിച്ചേ. സ്തോത്രം. എന്തോ മനസ്സിലായി? ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതിരാവിലെ സമയം ഇരുട്ടുള്ളപ്പോൾ സഹോദരിമാര് കല്ലറയ്ക്കലേക്ക് പോയി. സഹോദരിമാരെല്ലാം കൂടെ ഒരു സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം പറഞ്ഞേ, ഇരുട്ടുള്ളപ്പോൾ അതിരാവിലെ സമയം സഹോദരിമാരെല്ലാം കൂടെ എവിടോട്ട് പോവാ? വേഗം പറ. യേശുവിന്റെ കല്ലറയ്ക്കൽ അടുക്കിലേക്ക് പോവാ. ഒരുക്കിയ സുഗന്ധവർഗങ്ങളുമായിട്ട് ഇവര് പോവാ. അവിടെ ചെന്നപ്പോ എന്ത് ചെയ്യാ? മറ്റു സുവിശേഷത്തിനകത്തൊക്കെ ഉണ്ട്, അവർ പോകുന്ന വഴിയിൽ ചോദിച്ചു, ഈ കല്ലാരും ഉരുട്ടി മാറ്റുമെന്നൊക്കെ ചോദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇവർക്കൊന്നിനെയും പേടിയില്ലാതെ പോകും. ഇരുട്ടിനെ പേടിയില്ല. അതിരാവിലെ സമയം 4-ാം യാമത്തിലെ ഇവരുടെ പോക്ക്. ഇരുട്ടുള്ളപ്പോഴാ പോക്ക്. 4-ാം യാമം എപ്പോഴാ തുടങ്ങുന്നേ? 3 മണി മുതൽ 5 മണിക്കല്ല. സ്തോത്രം. ഹല്ലേലൂയ. 6 മണി മുതൽ 9 മണി വരെ 1-ാം യാമം, 9 മുതൽ 12 വരെ 2-ാം യാമം, 12 മുതൽ 3 വരെ 3-ാം യാമം, 3 മുതൽ 6 വരെ 1-ാം യാമത്തിൽ വന്നില്ലേലും 2-ാം യാമത്തിൽ വന്നില്ലേലും 3-ാം യാമത്തിൽ വന്നില്ലേലും, സ്തോത്രം, പടക് മുങ്ങുന്നതിന് മുമ്പ് നാഥൻ വരും. ഇവിടെ നോക്കിയേ. അതിരാവിലെ സമയം ഇരുട്ടുള്ളപ്പോ സഹോദരിമാർ എവിടോട്ട് പോവാ? കൂടെ 3.5 വർഷം നടന്ന ശിഷ്യന്മാർ എവിടെ ഇരിക്കുക? പെട്ടെന്ന് പറ. പേടിച്ചു വാതിലടച്ച് 3.5 വർഷം കൂടെ നടന്നവരാ. ഒത്തിരി അനുഭവിച്ച വിടുതലുകൾ കണ്ടവരാ. അവര് പേടിച്ചു വാതിലടച്ച് മുറിക്കകത്തിരിക്കുമ്പോൾ അതിരാവിലെ ഇരുട്ടുള്ളപ്പോ സഹോദരിമാരങ്ങോട്ട് എഴുന്നേറ്റു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമെന്ന്. യേശുവിനോടുള്ള സ്നേഹം അകത്ത് വരുമ്പോ ലോകത്തിനോടുള്ള എല്ലാ പേടിയും പോവെന്ന്.
ചിലർക്ക് പള്ളിക്കാരെ പേടിയാ, പള്ളക്കാരെ പേടിയാ, മറ്റവരെ പേടിയാ, അവരെ പേടിയാ. സത്യം അറിയാം, പക്ഷെ ഇറങ്ങത്തില്ല. ആരാധന സത്യമാണെന്നറിയാം, രക്ഷിക്കപ്പെടുന്ന സത്യമാണെന്നറിയാം, സ്നാനപ്പെടുന്ന മുഴുകൽ സ്നാനം സത്യമാണെന്നറിയാം, പരിശുദ്ധാത്മാവ് സത്യമാണെന്നറിയാം, യേശു സത്യമാണെന്ന് പലതിനെ പേടിച്ച് ഇന്ന് രാത്രി നിന്റെ പേടി മാറ്റ്. ഭയപ്പെടാൻ യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നീ മനുഷ്യന്റെ വിലക്കുകളെ ഭയപ്പെടരുത്. അതിരാവിലെ സമയം ഇരുട്ടുള്ളപ്പോൾ ശിഷ്യന്മാർ ഈ സമയത്ത് എവിടെ ഇരിക്കുക? പേടിച്ചലഞ്ഞ 4 ചുവരിനകത്തിരിക്കുമ്പോൾ ഇരുട്ടിനെ പേടിച്ചില്ല, ഭരണകർത്താക്കളെ പേടിച്ചില്ല, ഭരണകൂടത്തെ പേടിച്ചില്ല. സ്തോത്രം. വാതുക്കൽ കാവൽക്കാരുണ്ട്. സ്തോത്രം. കാവൽക്കൂട്ടത്തെ പേടിച്ചില്ല, അവരുടെ കയ്യിലിരിക്കുന്ന വാളിനെ പേടിച്ചില്ല, റോമൻ മുദ്രയെ പേടിച്ചില്ല, ഒന്നിനെ പേടിച്ചില്ല. കാരണം വിടുതൽ പ്രാപിച്ചവന് ഭയമില്ലെന്നേ. ഓ ഹല്ലേലൂയ. ദൈവം പുറത്തു കൊണ്ടുവന്നവന് ഭയമില്ല. ദൈവത്തെ ഭയപ്പെടുന്നവന് ഹല്ലേലൂയ ഒരന്ധകാര ശക്തിയെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി ഭയത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുക. ഹല്ലേലൂയ. ഭയം മാറിപ്പോവാ. തികഞ്ഞ സ്നേഹമുഖത്ത് ഇവര് കല്ലറ വാതുക്കെ ചെന്നു, കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഓടി തിരിച്ചോടി വന്നു. ആ ഇരുട്ടത്തോടി വന്നിട്ട് വീട് അടച്ചിട്ട് വെച്ചിരിക്കുന്ന ശിഷ്യന്മാരോട് താഴോട്ടുള്ള വാക്യമൊക്കെ ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് സ്തോത്രം ഒന്നും എല്ലാം വായിച്ചു വിടാൻ സമയമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആ 20 താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ ഓടി ശീമോൻ പത്രോസിന്റെ യേശുവിന്റെ പ്രിയനായ മറ്റേ ശിഷ്യന്റെ അടുക്കൽ വന്ന് കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചെന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കണ്ടോണ്ട് പത്രോസും മറ്റേ ശിഷ്യനും എന്ത് ചെയ്തു? കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറയ്ക്കലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്ത് കടന്നില്ല താനും. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയ്ക്കൽ ചുറ്റിയിരിക്കുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. മതി, ശ്രദ്ധിച്ചേ. സ്തോത്രം. സഹോദരിമാർ ചെന്ന് പറഞ്ഞപ്പോ ഓടി വന്നു. മുറി അടച്ചിട്ട് പേടിച്ചിരുന്നവരെന്ത് ചെയ്യാ? ഒറ്റ ഓട്ടത്തിന് ഓടി വന്ന് യോഹന്നാൻ ഓടി വന്ന് ബ്രേക്ക് പിടിച്ചവിടെ നിന്നു. എന്നിട്ട് ഉരുണ്ടു മാറിയ കല്ലറയ്ക്ക് അകത്തോട്ട് ഇങ്ങനെ കല്ലങ്ങ് ഉരുട്ടി മാറ്റിയിരിക്കുകയില്ലേ? ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി. നോക്കുക, അവർ താഴോട്ട് നോക്കിയപ്പോ എന്തോ കണ്ടു? ശീലകൾ അവിടെ കിടക്കുന്ന കണ്ടു. സ്തോത്രം. പുറകെ രണ്ടുപേരും കൂടെ ഒന്നിച്ചായി ഇറങ്ങിയത്. സ്തോത്രം. ഒരുത്തൻ മുന്നേ വന്ന് ബ്രേക്ക് പിടിച്ച് ഇവിടെ നിൽക്കുക, പത്രോസ് പുറകെ ഓടി വരിക. ഓടി ഇങ്ങോട്ട് വന്ന് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല, നേരെ അതിനകത്തോട്ട് അങ്ങ് ഇറങ്ങി. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നു. അതിനകത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോ ശീലകളോടുകൂടെ പറഞ്ഞേ റൂമാലും വായിക്കുമോനെ ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. കല്ലറയിലോട്ട് കുനിഞ്ഞു നോക്കിയവൻ എന്തോ കണ്ടു? ശീലകൾ കണ്ടു. ഇറങ്ങി നോക്കിയവൻ എന്തോ കണ്ടു? ശീലകളോടുകൂടെ റൂമാലും കണ്ടു. ഇത് രണ്ടും കണ്ടിട്ട് എന്തോ ചെയ്തു? പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിച്ചേ. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ യോഹന്നാനും കൂടെ എന്ത് ചെയ്തു? അതിനകത്തോട്ട് ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? വിശ്വസിച്ചു. എന്നിട്ട് അടുത്ത വാക്യം എന്നെ വളരെ വേദനിപ്പിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന്, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം, വീട്ടിൽ പോയി ധ്യാനിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. എത്ര കാലം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുക. ഹലോ, പെന്തിക്കോസി 4-ാം തലമുറ 5-ാം തലമുറ അല്ലെ ക്രിസ്ത്യാനി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ നോക്കി 3.5 വർഷം കൂടെ നടന്നിട്ട് ഇവരെന്ത് ചെയ്തില്ലെന്ന് പറഞ്ഞേ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ഉയർത്തെഴുന്നേക്കൊന്ന് ഇന്ന് വരെ അവര് അറിഞ്ഞില്ലയോ? ഈ 3.5 വർഷം കൂടിയിരിക്കുമ്പോഴെല്ലാം കർത്താപ്പച്ചൻ പറഞ്ഞില്ലയോ? പറഞ്ഞോ? ഒത്തിരി വേദഭാഗമുണ്ട്. ഒറ്റ വാക്യം വായിക്കാം. മത്തായി 20:17 വായിച്ചേ. 20:17 വായിച്ചേ. യേശു യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത്, നാം യെരൂശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ കൽപ്പിച്ചു. മതി. സ്തോത്രം.
ഹല്ലേലൂയ. ഏൽപ്പിക്കപ്പെടുമെന്നു. അതിന്റെ താഴത്തെ വാക്യം, പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും എന്നെ ജാതികൾക്ക് ഏൽപ്പിക്കും, എന്നാൽ മൂന്നാം നാൾ അവൻ എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. എത്ര പ്രാവശ്യം ഈ 3.5 വർഷം കൊണ്ട് പറഞ്ഞെന്നറിയാവോ? പക്ഷെ ഇന്ന് വരെ ശിഷ്യന്മാരറിഞ്ഞില്ലെന്ന്. ഒത്തിരി പ്രസംഗം കേൾക്കുന്നുണ്ട്. 21 ദിവസത്തെ ഉപവാസം കഴിയുമ്പം സ്തോത്രം പാസ്റ്റർ ചോദിക്കും, ആദ്യത്തെ ദിവസത്തെ മീറ്റിങ്ങിന്റെ വിഷയം എന്തായിരുന്നു? സ്തോത്രം. നമ്മളിങ്ങനെ നിരന്തരം എഴുതിയെടുക്കണം കേട്ടോ. ദൈവത്തിന് എന്ത് ചെയ്യണം? ഞാനിവിടെ നോക്കി ഒരൊറ്റ ഒരെണ്ണം എഴുതുന്നില്ല, ഒറ്റ എണ്ണം കേട്ടിട്ട് പോവാ. സ്തോത്രം. നിങ്ങൾ പറയും യൂട്യൂബിൽ കൂടെ കേൾക്കാമല്ലോ, പിന്നെ മെനക്കെടുത്തൊന്നുമില്ല, അത് വെറുതെ. കേൾക്കുന്നത് എന്ത് ചെയ്യണം? ഹൃദസ്ഥമാക്കി വെക്കണം, നോട്ട് ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നോക്കണമേ, എത്രയോ പ്രാവശ്യങ്ങളിൽ യേശു അവരോട് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേക്കും. ഇത് കൂടെ നടന്നവർക്ക് എന്ത് ചെയ്തില്ല? പെട്ടെന്ന് പറ. അവർക്ക് മനസ്സിലായില്ല, അവരറിഞ്ഞില്ല. അതേസമയം യേശുവിനെ അടക്കം ചെയ്യാൻ നേരം സ്തോത്ര അധികാരികൾ എന്താ പറഞ്ഞെന്നറിയാവോ? ഈ യേശുവിനെ മറ്റു പേരിട്ടൊക്കെ അവർ വിളിച്ചത്. എന്നിട്ട് പറയാം, അവൻ ജീവനോടിരുന്നപ്പോ ഇങ്ങനെ പറഞ്ഞു, 3-ാം ദിവസം ഉയർത്തെഴുന്നേക്ക. അതുകൊണ്ട് ഇവന്റെ ശിഷ്യന്മാർ വന്ന് ചിലപ്പോൾ ബോഡി എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് നമുക്ക് കാവൽക്കൂട്ടത്തെ ആക്കണം. പുറത്ത് നിന്നവന് മനസ്സിലായി ഉയർക്കുമെന്ന്. പറഞ്ഞ പോലെ യേശു ചെയ്യുമെന്ന് പുറത്ത് നിന്നവന് മനസ്സിലായി. പക്ഷെ അകത്തുള്ളവൻ 3.5 വർഷം കൂടെ നടന്നിട്ടും അവൻ പറയാം, ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. എന്നിട്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ? 10-ാം വാക്യത്തിൽ, അങ്ങനെ ശിഷ്യന്മാർ 2 പേരും എന്ത് ചെയ്തു? വീട്ടിലേക്ക് പോയി. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ. ശ്രദ്ധിച്ചേ, അല്പം മുമ്പ് വരെ ഇവിടെ നിന്ന യോഹന്നാനും പത്രോസും കാണാത്തത്. സ്തോത്ര. ഹല്ലേലൂയ. നോക്കണമേ, ഇവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ കല്ലറയിലോട്ട് കുനിഞ്ഞു നോക്കിയവൻ ശീല കണ്ടു. ഓടി വന്നങ്ങോട്ട് ഇറങ്ങി നോക്കിയ റൂമാല് കണ്ടു. ശീലയും റൂമാലും കണ്ടപ്പോ ഒരു ദൂതനെ അവിടെ കണ്ടില്ല. പക്ഷെ കരഞ്ഞു നോക്കിയാൽ കർത്താവിനെ കണ്ടു. നമ്മൾ കർത്താവിന്റെ സന്നിധി ഇരിക്കുമ്പോൾ നമ്മുടെ മനോഭാവമാ ദൈവം നോക്കുന്നത്. നീ എന്തിനായിട്ടാ വന്നത്? നീ ആരെ കാണാനാ വന്നത്? എന്തനുഭവിക്കാനാ വന്നത്? ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലായി? കർത്താവിന്റെ സന്നിധി വരുമ്പോൾ നിന്റെ മനോഭാവം എങ്ങനെയുണ്ട്? ദൈവത്തോടുള്ള ദൈവവചനത്തിന്റെ മുമ്പാകെ ഭയവും ഭക്തിയും ഉണ്ടോ? ദൈവത്തോടുള്ള വചനത്തിന് മുമ്പാകെ നിന്റെ മനോഭാവം എങ്ങനെ? ഇതറിഞ്ഞ നിന്റെ കണ്ണിന്റെ മുമ്പിൽ ദൈവം വെളിപ്പെടുന്നത് എത്ര പേർക്ക് മനസ്സിലായി? ആ സാന്നിധ്യം ഒരുപോലെ അനുഭവിക്കാൻ പറ്റത്തില്ല. ആ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ റൂമാല് കണ്ട് പോകുന്നവരുണ്ട്, ശീലകൾ കണ്ട് പോകുന്നവരുണ്ട്. പക്ഷെ കരഞ്ഞുകൊണ്ട് നോക്കിയവൾ ദൂതനെ കണ്ടു. അവൾ ദൂതനെ കണ്ടു പോകാൻ വന്നതല്ല. അവള് ശീലകൾ കണ്ടു പോകാൻ വന്നതല്ല, റൂമാല് കണ്ടു പോകാൻ വന്നതല്ല. അവൾക്കൊരറപ്പ്, കർത്താവിനെ കൊണ്ടേ ഞാൻ പോകൂ. ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇരുട്ടിനെ പേടിക്കാതെ ഇറങ്ങിയെങ്കിൽ, ഭരണകൂടത്തെ പേടിക്കാതെ ഇറങ്ങിയെങ്കിൽ, പടയാളികളെ പേടിക്കാതെ ഇറങ്ങിയെങ്കിൽ, വാളിനെ പേടിക്കാതെ ഇറങ്ങിയെങ്കിൽ, ഓ റീഖാനാ ബസേ റൈമ ഷഖാനാ സിയറബ സംധനാനിഗസി കർത്താവിനെ കൊണ്ടേ പോകത്തുള്ളൂ. കരഞ്ഞുകൊണ്ട് നോക്കിയവൾ ദൂതനെ കണ്ടു. നിങ്ങൾ നോക്കണം. സ്തോത്രം. ഒറ്റ നിമിഷം കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സ്തോത്രം. ഹല്ലേലൂയ. തോട്ടമാ. പ്രൈസ് ദി ലോർഡ്. അരിമത്യക്കാരനായ യോസഫിന്റെ തോട്ടമാ. ആ വലിയ തോട്ടത്തിനകത്ത് നല്ല ഇരുട്ടുള്ളപ്പോൾ 3 മണി നേരം കഴിഞ്ഞ സമയത്ത് നിങ്ങൾ നോക്കിക്കേ, ഇരുട്ടുണ്ട്, പരസ്പരം ആളിനെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സ്ഥലം. അവിടെ ഒന്നുകൂടെ പറഞ്ഞ സെമിട്രിക്കകത്ത് 2 ശുഭ്രവസ്ത്രധാരികളായി ദൂതനെ കണ്ടിട്ട് പോലും അവള് മൈൻഡ് ചെയ്തില്ല. അല്ല, അവക്കറിയാം ഞാൻ വിടുതൽ മദ്ഗലക്കാരത്തി മറിയ 7 ഭൂതങ്ങൾ ബാധിച്ച് എന്നെ സൗഖ്യമാക്കിയ ഒരു ദൈവം. പാപമംഗലമായ ജീവിതം നയിച്ചിരുന്നവളാ. എന്നെ രക്ഷിച്ചത് യേശു. എന്നെ രക്ഷിച്ച യേശുവിനെ ഏത് കാല പ്രതികൂലത്തിലും ഞാൻ ഉയർത്തുവന്ന അവനെ കൊണ്ടേ ഞാൻ പോകുമെന്ന്. ഓ ജീസസ്. അപ്പോ റീമസേ റൈഷസിയനലറബ ഓരിക്കസിയനലറബ ശബ്ദരാദിയ കുടരബരബരബരബ ശബരബരബരബ സെനദലഗടക രീരിബിരിബിരി വിക്ഷകാരിയസ്. റൂമാല് കണ്ടു പോകാൻ വന്നതല്ല, ശീല കണ്ടു പോകാൻ വന്നതല്ല, ദൂതനെ കണ്ടിട്ടാൻ പോകത്തില്ല. ശരിക്കും പറഞ്ഞ ബോധം കെട്ട് വീഴുവോൾ.
പക്ഷെ പേടിച്ചില്ല. സ്തോത്രം. ദൂതനോട് ചോദിക്കുക, കർത്താവിനെ കാണുന്നില്ല, എവിടെ കൊണ്ടുവച്ചു? അവൻ ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? സ്തോത്രം. അല്ലെ സ്ത്രീയെ, നീ എന്തിനാ കരയുന്നേ? സ്തോത്രം. കരയുന്ന എന്താന്ന് 13-ാം വാക്യത്തിൽ ചോദിച്ചപ്പോൾ അവൻ പറയാ, എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചെന്ന് അറിയുന്നില്ല. ഞാൻ കരയുന്ന എന്തിനാ? എന്റെ കർത്താവിനെ കാണാനാ. കരയുന്ന എന്തിനാ? സ്തോത്രം. ഓ, ആ സ്നേഹത്തിന്റെ ആഴം. ഒറ്റ സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയത് കൊണ്ടാ സ്തോത്രം ഞാൻ കരയുന്നേ. ഇത് പറയുമ്പോൾ അവൾ പുറകോട്ട് തിരിഞ്ഞപ്പോൾ, പിന്നോക്കം തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് യേശു ആന്ന് അറിഞ്ഞില്ല താനും. യേശു അവളോട്, സ്ത്രീയെ നീ കരയുന്ന നീ ആരെ തെരയുന്നു? ആ ഇരുട്ടത്ത്, ആ തോട്ടത്തിനകത്ത് സ്തോത്രം നിൽക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ അവൾ തിരിച്ചറിഞ്ഞില്ല. സ്ട്രീറ്റ് ലൈറ്റിന്റെ ഇതുപോലുള്ള വെട്ടത്തിന്റെ നടുവിലൊന്നും അല്ല നിൽക്കുന്നേ. ആ കൂരിരുട്ടിനകത്ത് സ്തോത്രം അവക്കറിയാം തോട്ട സൂക്ഷിപ്പുകാരനാ, തോട്ടക്കാരനെന്ന് വിചാരിച്ചിട്ട് സ്തോത്രം. നോക്കിക്കേ, സെമിറ്റിക്കകത്ത് സ്തോത്രം ദൂതനെ കണ്ടിട്ട് അവള് പോയില്ല, ചീല കണ്ടിട്ട് പോയില്ല. അല്ലെങ്കിൽ ശിഷ്യന്മാര് വീട്ടിലേക്ക് പോയപ്പോഴും അവൾ ആ കല്ലറവാതൊക്കെ തന്നെ നിന്നു. കാരണം വിടുതൽ പ്രാപിച്ച പോകത്തില്ല. വിടുതൽ പ്രാപിച്ചാൽ എന്ത് ചെയ്യത്തില്ല മക്കളെ? വിട്ടുപോകത്തില്ല. കർത്താവിനെ അറിഞ്ഞവർ വിട്ടുപോകത്തില്ല, രുചിച്ചറിഞ്ഞവർ വിട്ടുപോകത്തില്ല, സൗഖ്യം പ്രാപിച്ചവർ വിട്ടുപോകത്തില്ല, രുചിച്ചറിഞ്ഞവർ വിട്ടുപോകത്തില്ല. കർത്താവിനെ ഭയവും ഭക്തിയുള്ളവൻ യേശുവിനെ വിട്ടു പോകില്ല. എന്താ സംഭവിച്ചതാ? സ്തോത്ര ഹല്ലേലൂയ. അവൾ എന്ത് ചെയ്യുന്നറിയാം? അവിടെ തന്നെ നിന്നു. ഉടനെ പുറകിൽ ഒരു അനക്കം. അവൾ നോക്കുമ്പോൾ തോട്ടക്കാരനെ നിരൂപിച്ചിട്ട് അവൾ ചോദിച്ചു, സ്തോത്രം, യജമാനനെ നീ അവനെ എടുത്തെങ്കിൽ അവനെ എവിടെ വെച്ചെന്ന് പറഞ്ഞു. അടുത്ത വാക്യം നിങ്ങളതൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് വായിക്കേ. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം. ഒരു സ്ത്രീയാ, ഇരുട്ടുള്ളപ്പോഴാ, പ്രതികൂലത്തിന്റെ നടുവിലാ നിൽക്കുന്നത്. പക്ഷെ അവക്കൊരുറപ്പ്, ഞാൻ കർത്താവിനെ കൊണ്ടേ പോത്തുള്ളൂ. തോട്ടക്കാരനോടെ പറയുക, തിരിഞ്ഞു നിന്ന് തോട്ടക്കാരൻ. ആ സ്നേഹം നമ്മളിൽ നിന്ന്, ആ സ്നേഹത്തിന്റെ ആഴം നമ്മുടെ വാക്കുകൾ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ അറിയാതെ കരഞ്ഞു പോയത് വായിച്ചപ്പോൾ. എന്താണെന്നറിയാമോ? സ്തോത്രം. അല്ല, യജമാനനെ തോട്ടക്കാരനോടാ പറയുന്നത്. അന്ന് വെച്ചാ അവള് പറയുന്നത്. അല്ലേലിയ, അവള് പറയുകയാണ്, സ്തോത്ര യജമാനനെ അവനെ എവിടെ വെച്ചാലും ഞാൻ അവനെ കൊണ്ടുപോയിക്കോളാം. ഒരു സ്ത്രീയാ, യേശുവിനെ എടുത്തോണ്ട് പോയിക്കോളാം. ഈ സ്നേഹത്തിന്റെ ആഴം അങ്ങോട്ട് വന്നപ്പോ കർത്താവ് അറിയാതെ വിളിച്ചു, മറിയേ. സ്തോത്രം. ആ ഒരു ശബ്ദം, ആ ഒരു വിളി കേട്ടപ്പോ, റബ്ബൂനി, എബ്രായ ഭാഷ ഗുരുവേ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പേര് ചൊല്ലി വിളിക്കുന്ന ആ സാന്നിധ്യം. ഒറ്റ വാക്യം കൂടെ. സ്തോത്രം. ആ സാന്നിധ്യം അനുഭവിച്ചവളോട് പറഞ്ഞു, സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന്, എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവമായവന്റെ അടുക്കലേക്ക് ഞാൻ കയറി പോകുന്നെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 18-ാം വാക്യം, മഗ്ദലക്കാരത്തി മറിയ വന്ന് താൻ കർത്താവിനെ കണ്ടുവെന്ന് സ്തോത്രം ഹല്ലേലൂയ ശിഷ്യന്മാരോട് പറഞ്ഞു. 19-ാം വാക്യം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോ, അതിരാവിലെ സമയം സഹോദരിമാർ കണ്ടു. സ്തോത്രം. വൈകിയ സമയത്ത് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് യേശു ചെന്നു, സമാധാനം പറഞ്ഞു. സ്തോത്രം. എന്നാൽ ഭയചകിതരായിരിക്കുന്നവർക്ക് സമാധാനം കൊടുത്തപ്പോൾ ഈ സമയത്ത് താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ തോമസ് ഇല്ലായിരുന്നു. അവൻ പറഞ്ഞു, അവന്റെ ആണിപ്പഴുതുള്ളടത്ത് അല്ല വിരലിട്ടെങ്കിൽ, അവന്റെ വിലാപ്പുറത്ത് വിരലിട്ടാലേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. 26-ാം വാക്യത്തിൽ 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കും യേശു നടുവിൽ വന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്നിട്ട് സ്തോത്രം നോക്കണം, യേശു ഇല്ലാത്ത സമയത്ത് തോമസ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കത്തില്ല. നിങ്ങൾ എല്ലാവരും കൂടി വന്നിടത്ത് യേശു വന്നു, പക്ഷെ ഞാൻ കണ്ടില്ല. ഞാൻ വിശ്വസിക്കണമെങ്കിൽ അവന്റെ വിലാപ്പുറത്ത് ആണിപ്പഴുതിൽ ഞാനൊന്ന് തൊടണം, വിലാപ്പുറത്ത് കൈയിടണം, എന്നാൽ മാത്രമേ സംഭവിക്കൂ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ 8-ാം ദിനം യേശുവിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, തോമസേ, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. സ്തോത്രം. ഭയപ്പെട്ടവരുടെ നടുവിൽ വന്നുകൊണ്ട് കർത്താവ് പറയുക, നീ അവിശ്വസിക്കരുത്, നീ അവിശ്വസിക്കരുത്, ഞാൻ പോയ പോലെ വീണ്ടും വരുമെന്ന്. യെസ്, രാത്രി വിളിച്ചു പറയും, പ്രിയരെ, കർത്താവിന്റെ ജനനത്തിനു മുമ്പ് കർത്താവ് എവിടെ ജനിക്കുമെന്നും ആരിൽ കൂടെ ജനിക്കുമെന്നും എപ്രകാരമാണെന്നും കഴുതപ്പുറത്ത് കയറി വരുമെന്നും ഹല്ലേലൂയ അവന്റെ കൈകാലുകൾ നാണിയടിക്കുമെന്നും
ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതി വെച്ചത് അത് അതുപോലെ സംഭവിച്ചെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. അങ്ങനെ തന്നെ സംഭവിച്ചെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ വരും. അല്ല, ജനനത്തിന് മുമ്പ് യേശുവിനെ കുറിച്ച് പ്രവാചകൻ എഴുതി വെച്ചത് അതുപോലെ സംഭവിച്ചെങ്കിൽ പോയതുപോലെ വരുമെന്ന് പറഞ്ഞ സകല അടയാളങ്ങളും ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുക. അവസാനമായ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം, യേശുവിന്റെ വരവ്